വേണവേദ തദിദം ന മഹാജനോയം ദേവ്യാ വിമോഹിതമതിർബത മായയാലം ത്രയ്യാം ജഡീകൃതമതി മധുപുഷ്പിതായാം വൈതാനികേ മഹതി കർമ്മണി യുജ്യമാന ഏവം വിമർശ്യ സുധിയോ ഭഗവത്യനന്ദേ സർവാത്മന വിദധതേ ഖലു ഭാവയോഗം തേ മേ ന ദണ്ഡമരിഹന്ത്യഥ യദ്യമീഷാം സ്യാൽ പാതകം തദപി ഹന്തുരുഗായവാദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം നന്നായിട്ടറിയുന്ന ഒരു മഹാത്മാവാണ് യമധർമ്മരാജാവ്. തെക്ക് ഭാഗത്തിൻ്റെ അധിപതിയാണ് യമധർമ്മൻ. ആ യമധർമ്മന് ഭാഗവതം നല്ലതുപോലെ അറിയാം. അപ്പോൾ നല്ലതുപോലെ ഭാഗവതം അറിയുന്ന ആൾ വേണമല്ലോ ഭാഗവതം പറയാൻ. അപ്പോൾ യമധർമ്മരാജാവ് ഒരിക്കൽ തൻ്റെ കൂടെയുള്ള എല്ലാ ഭടന്മാരോടും ഭാഗവതം പറഞ്ഞു കൊടുത്തു. ഇതൊരു കഥയിട്ട് ഭാഗവതം. അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്? യമധർമ്മൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ധാരണ കിട്ടിയല്ലോ അല്ലേ? മരിക്കണ സമയത്ത് നമ്മളെ കൊണ്ടുപോകുന്ന ആളെയാണ് എന്ത് പറയുക? യമധർമ്മൻ എന്ന് പറയും. അപ്പോൾ തെക്ക് എന്ന് പറയുന്ന ദിക്കിൻ്റെ അധിപതിയാണ്. ആ യമധർമ്മനാണ് നരകത്തിൻ്റെ മുഴുവനും ചുമതല. മനുഷ്യർ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ കർമ്മങ്ങൾ 3 തരത്തിലാണ്. പുണ്യകർമ്മങ്ങൾ ചെയ്യും, പാപകർമ്മങ്ങൾ ചെയ്യും, മിശ്രകർമ്മങ്ങൾ ചെയ്യും. മനുഷ്യർ 3 തരത്തിലാണ് കർമ്മം ചെയ്യുന്നത്. ഞാൻ ഈ ആവർത്തിക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യർ 3 തരം കർമ്മങ്ങൾ ചെയ്യുന്നു. ഒന്നുകിൽ പുണ്യകർമ്മം, അല്ലെങ്കിൽ പാപകർമ്മം, രണ്ടും അല്ലെങ്കിലോ മിശ്രകർമ്മം. അങ്ങനെ 3 തരം കർമ്മങ്ങളാണ്. അപ്പോൾ പുണ്യകർമ്മങ്ങൾ ചെയ്താൽ എവിടെ പോവാം? എവിടെയാ പോവാം? സ്വർഗത്തിൽ പോവാം. പാപകർമ്മങ്ങൾ ചെയ്താൽ എവിടെ പോവാം? നരകത്തിൽ പോവാം. രണ്ടും കൂടി ചേർത്ത് പുണ്യമുണ്ട് പാപമുണ്ട് അങ്ങനെയുള്ള മിശ്രമായ കർമ്മങ്ങൾ ചെയ്താൽ എവിടെ പോവാം? എവിടെയാ പോവുക? ഭൂമിയിലേക്ക് വരാം. അങ്ങനെയാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയത്. നമ്മൾ കുറച്ച് പുണ്യം ചെയ്തിട്ടുണ്ട്, കുറച്ച് പാപവും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഭൂമിയിൽ ഇങ്ങനെ 3 ലോകങ്ങളെ പോകാനുള്ളൂ. ഒന്നുകൂടി പറയാം. പാപകർമ്മങ്ങൾ ചെയ്താൽ നരകത്തിലേക്ക് പോകും, പുണ്യകർമ്മങ്ങൾ ചെയ്താൽ സ്വർഗത്തിലേക്ക് പോകും. രണ്ടും കൂടി കൂട്ടി മിശ്രമായ കർമ്മങ്ങൾ ചെയ്താൽ ഭൂമിയിലേക്ക് വരും. ഇങ്ങനെ 3 തരത്തിലാണ് മനുഷ്യർക്ക് പോകാനുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഈ പല പല പാപങ്ങൾ ചെയ്യുന്നവരാണ് എവിടെ എത്തിച്ചേരുന്നത്? നരകത്തിൽ എത്തിച്ചേരും. അവിടെ യമധർമ്മരാജാവിന് ഒരുപാട് ഭടന്മാരുണ്ട്. ഈ ഭടന്മാരാണ് അവിടെ പലതരത്തിലുള്ള നരകങ്ങളുണ്ട്. 28 നരകങ്ങളെ പറ്റി ഭാഗവതം പറയുന്നത്. 28 നരകങ്ങൾ. പിന്നെ അതിന് പുറമെ വേറെയും കുറേ നരകങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഭാഗവതത്തിൽ പറയാത്ത നരകങ്ങളെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ നിരവധി നരകങ്ങളുണ്ട്. ഭൂമിയിൽ വെച്ച് മനുഷ്യർ ഓരോ പാപങ്ങൾ ചെയ്യുമ്പോൾ അവൻ ചെയ്യുന്ന പാപത്തിന് പറ്റിയ രീതിയിലുള്ള ശിക്ഷകളാണ് എവിടെ നടപ്പിൽ വരുത്തുക? ഈ നരകലോകത്തിൽ നടപ്പിൽ വരുത്തും. താമിശ്രം, അന്ധതാമിശ്രം, രൗരവം, മഹാരൗരവം, കുംഭീപാകം, അസിപത്രവനം, ഇതൊക്കെ ഓരോരോ നരകത്തിൻ്റെ പേരാണ്. അവിടെ എന്താ പരിപാടി എന്നൊന്നും ഞാനിപ്പോൾ പറയണില്ല. ഏതായാലും അങ്ങോട്ട് പോകാൻ നിൽക്കല്ലേ. അപ്പം പണ്ടാരോ പറഞ്ഞോളാം കാണാൻ പോകുന്ന പൂരം എന്തിനാ മുൻകൂട്ടി പറയണത് ചോദിച്ചില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, അത് പറയേണ്ട ആവശ്യമില്ല. പൂവരെ കാണാൻ പോവുക, അവരെ നേരിട്ട് പോകുമ്പോൾ കാണാമല്ലോ. അതുകൊണ്ട് നരകത്തിലെ യാതനകൾ പലതരത്തിലാണ്. അപ്പോൾ പാപം ചെയ്യുന്ന ആൾക്കാർ അവരെ പലതരത്തിലെ നരകയാതനകളാണ് കാത്തിരിക്കുന്നത് എന്ന് നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് യമധർമ്മരാജാവ് അവിടെ വെച്ചിട്ട് ഒരു നല്ല ഒരു യോഗം വിളിച്ചു കൂടി. ആ യോഗത്തിൽ ആരാ പങ്കെടുക്കണത്? അവിടെ എല്ലാ ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവിടെ. യമധർമ്മൻ ഒറ്റയ്ക്കല്ല കേട്ടോ. ചില ആൾക്കാരുടെ വെച്ചാൽ യമധർമ്മൻ മാത്രമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട ആളാണ് യമധർമ്മൻ. പിന്നെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് യമധർമ്മന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടി. എത്രയോ 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 യമഭടന്മാരും മറ്റുള്ളവരൊക്കെ ഉണ്ട് അവിടെ. ചിത്രഗുപ്തനൊക്കെ അവിടെയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരെയും വിളിച്ചിട്ട് ഒരു ദിവസം യമധർമ്മൻ സകല വേദങ്ങളുടെയും സാരം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ യമധർമ്മന് വേദം നന്നായിട്ടറിയാം അല്ലേ? മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം മുഴുവൻ ആർക്കറിയാം?
മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ രഹസ്യവും യമധർമ്മന് മാത്രമേ അറിയുകയുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ആർക്കും അറിയില്ലല്ലോ അല്ലേ? അറിയില്ല. എന്നാൽ യമധർമ്മന് വളരെ വളരെ കൃത്യമായിട്ടറിയാം മരിച്ചു കഴിഞ്ഞാൽ ആ ജീവന് എന്താണ് സംഭവിക്കുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു സംശയവുമില്ല. ജനിക്കുന്നതിന് മുമ്പ് എന്താണ് സംഭവിക്കുന്നത്? ഒരമ്മയുടെ ഗർഭപാത്രത്തിലാണല്ലോ ഒരു കുഞ്ഞു വന്ന് ജനിക്കുക. ആ ജനിക്കുന്നതിന് മുമ്പ് ആ ജീവൻ എവിടെയായിരുന്നു എന്ന കാര്യത്തിലും യമധർമ്മന് യാതൊരു സംശയവുമില്ല. വളരെ കൃത്യമായി ശാസ്ത്രീയമായി അദ്ദേഹം ആ വിഷയം നല്ലതുപോലെ പഠിച്ചയാളാണ്. ഒരു വിഷയം പഠിക്കുമ്പോൾ എങ്ങനെ പഠിക്കണം? ശാസ്ത്രീയമായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് പഠിക്കണം. അങ്ങനെ ജീവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന നമുക്കൊന്നും അറിയില്ല. പക്ഷേ യമധർമ്മരാജാവിന് നല്ലതുപോലെ അറിയാം എന്താണ് ഈ ജീവന് സംഭവിക്കുന്നത്, മരണശേഷം എന്താണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും ഭാഗവതം കേൾക്കണം എന്ന് പറഞ്ഞത്. ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന കാര്യത്തെപ്പറ്റി നമുക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല. അച്ച വെള്ളം പോലെ നമുക്ക് മനസ്സിലാവും ഭാഗവതത്തിൽ നിന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് യമധർമ്മരാജാവാണ്. അങ്ങനെ വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട്, എല്ലാ വേദങ്ങളും ഇതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നത്. അത് ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ യമധർമ്മരാജാവ് അവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും വിളിച്ചു വരുത്തി ഇങ്ങനെ ക്ലാസ് കൊടുക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പം ഇവിടെ ഇപ്പോൾ ഒരു ഭാഗവത ക്ലാസ് നടക്കുകയാണ്. ഇതുപോലെ അദ്ദേഹം എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇതെല്ലാ സ്ഥലത്തും നടക്കുന്നതാണ് അല്ലേ? വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ എല്ലാവരെയും വിളിച്ച് ക്ലാസ് കൊടുക്കും. അപ്പം അങ്ങനെ ഒരു ക്ലാസ് നടക്കുന്ന സമയത്താണ് യമധർമ്മരാജൻ അവിടെ വെച്ച് പറയുകയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. പ്രായേണ വേദ തദിതം ന മഹാജനോയം. മഹാജനഹ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മിക്കവാറും ആൾക്കാർക്ക് ഇത് അറിയുകയില്ല. യമധർമ്മനാണ് പറയണം. ലോകത്തിലുള്ള മിക്കവാറും മനുഷ്യർക്ക്, പ്രായേണ പറഞ്ഞാൽ മിക്കവാറും, ഒരാൾക്കും അറിയില്ല. മിക്കവാറും ആൾക്കാർക്ക് ഇത് അറിയുകയില്ല. പ്രായേണ വേദ തദിതം ന മഹാജനോയം ദേവ്യാ വിമോഹിതമതി. എന്താ അറിയാതിരിക്കാൻ കാരണം? ഈ അറിവ് ആൾക്കാർക്ക് ഇല്ലാതിരിക്കാൻ കാരണം ലോകത്തിലെ മിക്കവാറും മനുഷ്യർ മായ കൊണ്ട് മോഹിതരാണ്. അപ്പം എല്ലാവരെയും മോഹിപ്പിക്കുന്ന ശക്തിയുടെ പേരാണ് മായ. അപ്പം മായ എന്ന് പറഞ്ഞാൽ എന്താ? മായ എന്ന് പറഞ്ഞാൽ യാ മാ സ മായ. അതാണ് മായയുടെ നിർവചനം. ഒന്നുകൂടി പറയാം. യാ മാ സ മായ. എന്താ മനസ്സിലായത്? ഒന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇത് സാ മാ പി ഇതൊക്കെ പറഞ്ഞപ്പോൾ എന്താ മനസ്സിലാകല്ലേ? യാ മാ എന്ന് പറഞ്ഞാൽ എന്താണോ മാ ഇല്ലാത്തത്, എന്താണോ ഇല്ലാത്തത് അതിനെയാണ് സംസ്കൃതത്തിൽ എന്ത് പറയുക? മായ എന്ന് പറയും. മനസ്സിലായി? ഇപ്പം മനസ്സിലായോ? എന്താണോ ഇല്ലാത്തത് ആ ഇല്ലാത്തതിനെയാണ് മായ എന്ന് പറയും. അപ്പോൾ മായ എപ്പോഴും, മായ ഒരു ശക്തിയാണ്. ഭഗവാന്റെ വലിയ ശക്തിയുടെ പേരാണ് മായ. ഈ മായ എല്ലാവരെയും ബാധിക്കും. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും, അവൻ ശാസ്ത്രജ്ഞനോ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ മന്ത്രിമാരോ MLA യോ അധ്യാപകരോ ജോലിയൊന്നുമില്ലാത്തവരോ കൂലിപ്പണിക്കാരോ സ്ത്രീകളോ പുരുഷന്മാരോ ആരാണെങ്കിലും മായയ്ക്ക് യാതൊരു വിരോധവുമില്ല. മായ എന്ത് ചെയ്യും? എല്ലാവരെയും, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകല ആൾക്കാരെയും ബാധിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? മായയ്ക്കുണ്ട്. രാജാവിനെ ബാധിക്കുമോ? എന്താ സംശയം? എത്ര വലിയ ചക്രവർത്തിയാണെങ്കിലും ശരി, എത്ര കൊല്ല കൊമ്പനാണെങ്കിലും ശരി, മായ ആരെ ബാധിക്കും? ആ മനുഷ്യനെ ബാധിച്ചിരിക്കും. അത്രയും ശക്തിയാണ് ആർക്ക്? ഭഗവാന്റെ മായാശക്തി അല്ലേ? ഈ ഭഗവാന്റെ മായാശക്തി കൊണ്ട് മാത്രമാണ് ലോകത്തിൽ ഇമാതിരി പല കാര്യങ്ങളും നടക്കുന്നത്. എന്തെല്ലാം ലോകത്തിൽ നടക്കുന്നുണ്ടല്ലേ? അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ പറയുന്നു, പ്രായേണ വേദ തദിതം ന മഹാജനോയം. ലോകത്തിലെ മനുഷ്യർക്ക് ശരിയായ അറിവ് ഉണ്ടാകുന്നില്ല. ശരിയായ അറിവ് ഉണ്ടാവാതിരിക്കാൻ എന്താ കാരണം? ഈ മായ വന്ന് ബാധിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർക്ക് ശരിയായ അറിവ് ഒരിക്കലും ഉണ്ടാകുന്നില്ല. ദേവ്യാ വിമോഹിതമതിഹി ബദ മായയായം. ഈ മായ ആരെയാ ബാധിക്കുക? ചില ഡോക്ടർമാർ പറയാറില്ല ഈ രോഗം ശ്വാസകോശത്തിനെയാണ് ബാധിക്കുക, അല്ലെങ്കിൽ പറയും ഈ രോഗം കണ്ണിനെയാണ് ബാധിക്കുക. ഗ്ലൂക്കോമ എന്ന് കേട്ടിട്ടുണ്ടോ? ഗ്ലൂക്കോമ ഏതവയവത്തിനെയാണ് ബാധിക്കുക? കണ്ണിനെ ബാധിക്കുന്ന ഒരസുഖമാണ് ഗ്ലൂക്കോമ.
ഇങ്ങനെ പല അസുഖങ്ങളുണ്ട്. ഓരോരോ അസുഖവും ചില പ്രത്യേക അവയവങ്ങളെയാണ് ബാധിക്കുക. അപ്പം മായ ആരെയാ ബാധിക്കുക? കണ്ണിനെയാണോ, കയ്യിനെയാണോ, ശ്വാസോച്ഛ്വാസത്തിനെയാണോ, വൃക്കേനെയാണോ, കരളിനെയാണോ? ഏതിനെ മായ ബാധിക്കുക? അറിയില്ല. പറഞ്ഞല്ല, മായ ബാധിക്കുന്നത് ഇവിടെ പറയേണ്ട എവിടെയാണ് ബാധിക്കുന്നത് വളരെ കൃത്യമാണ്. ഭാഗവതം വളരെ 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 കൃത്യവും ശാസ്ത്രീയവുമായതുകൊണ്ട് നമുക്ക് സംശയിക്കേണ്ട. ഇവിടെ പറയുന്നു, പ്രായേണ വേദ തദിതം ന മഹാജനോയം ദേവ്യാ വിമോഹിത മതിഹി. ബുദ്ധിയെയാണ് ബാധിക്കുന്നത്. അതാണ്. അപ്പോൾ മായ ആരെയാണ് ബാധിക്കുക? മനുഷ്യൻ്റെ ബുദ്ധിയെയാണ് മായ ബാധിക്കുന്നത്. അപ്പോൾ ബുദ്ധി എവിടെയായിരിക്കണത്? കഴുത്തിൻ്റെ മുകളിലല്ലേ? അല്ലേ? കഴുത്തിൻ്റെ മുകളിൽ ഒരു അവയവമുണ്ട്, അതിൻ്റെ പേരാണ് തല. അതിന് സംസ്കൃതത്തിൽ എന്താ പറയുക? തലയ്ക്കെന്താ സംസ്കൃതത്തിൽ പറയുക? അറിയില്ല. മുത്തമാംഗം എന്ന് പറയും. എന്താ പറയുക? ഉത്തമാംഗം. ഉത്തമാംഗം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ്റെ അംഗങ്ങളിൽ വെച്ച്, അവയവങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ അവയവമാണ് തല. അതുകൊണ്ട് തലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സംസ്കൃതക്കാർ അതിന് കൊടുത്ത പേര് ഉത്തമാംഗം എന്നാണ്. മനസ്സിലായി? അതൊന്നും മറന്നു പോകാൻ പാടില്ല. ഇതെല്ലാം ശാസ്ത്രമാണ്. അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരവയവം മനുഷ്യൻ തീരെ ഉപയോഗിക്കാറില്ല. ഈ മനുഷ്യന്മാരെന്ത് ചെയ്യണില്ല? ഭഗവാൻ വളരെ നല്ലൊരു തലയുണ്ടാക്കി കൊടുത്തു. പക്ഷെ ലോകത്തിലിന്നേ വരെ ജീവിച്ചിരുന്ന മനുഷ്യന്മാരൊന്നും തന്നെ എന്തുപയോഗിച്ചിട്ടില്ല? അവൻ്റെ തല വേണ്ടതുപോലെ ഉപയോഗിച്ചിട്ടില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? വളരെ വളരെ പേര് കേട്ട നല്ല ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഭൂമിയിലുണ്ടായിരുന്നില്ലേ? ആ അതിബുദ്ധിമാന്മാരായ ആൾക്കാരൊക്കെ ആ തലച്ചോറിൻ്റെ കഴിവിൻ്റെ 5% ഉപയോഗിച്ചിട്ടുള്ളൂ. സത്യമാണത്. ചിലരൊരു 7% ഉപയോഗിച്ചു. എന്തായാലും 10% താഴെ ഉപയോഗിച്ചിട്ടുള്ളൂ. ആര്? ലോകത്തിലെ എത്ര ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിലും, ഐൻസ്റ്റീൻ കേട്ടിട്ടില്ലേ? നല്ല ബുദ്ധിയുള്ള ആളായിരുന്നില്ലേ? അദ്ദേഹം 6% ഉപയോഗിച്ചിട്ടുള്ളൂ. ഏത്? ഐൻസ്റ്റീനെ കുട്ടികളോ കേട്ടില്ലേ? ഐൻസ്റ്റീൻ നല്ല ശാസ്ത്രജ്ഞനായിരുന്നു. ഒരുപാട് അദ്ദേഹം കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി. തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ നമുക്ക് തന്നു, അല്ലേ? അദ്ദേഹം പോലും തലച്ചോറിൻ്റെ വളരെ ചെറിയൊരു ഭാഗമേ ഉപയോഗിച്ചു. ബാക്കിയൊന്നും ഉപയോഗിക്കാൻ പറ്റിയില്ല. അപ്പം അത് 100% ഉപയോഗിച്ചാലോ, അല്ലേ? എന്നിട്ട് തന്നെ അദ്ദേഹത്തിന് പലതും. ഇപ്പം ലോകത്തിലെ വലിയ വലിയ പേര് കേട്ട ആൾക്കാർ പോലും അവരുടെ ആ ഉത്തമാംഗത്തിൻ്റെ അഥവാ തലയുടെ വളരെ ചെറിയൊരു ഭാഗമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലാണ് അനേകം പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ടാണ് ഭാരതീയർ പറയുന്നത്, നിങ്ങളുടെ തല വളരെ ശ്രദ്ധിക്കണം. രാവിലെ നേരത്തെ കുളിക്കണം എന്ന് പറഞ്ഞല്ലേ? എന്തിനാ പറഞ്ഞത്? എന്തിനാ രാവിലെ നേരത്തെ ഇട്ട് കുളിക്കാൻ പറഞ്ഞത്? ആ തല നേരെയാവാനാ. നിങ്ങൾ വൈകി കുളിച്ചാൽ നിങ്ങളുടെ തല അപകടത്തിലാവും. അതുകൊണ്ട് രാവിലെ നേരത്തെ കുളിക്കുക. അത് വെറുതെ പറയണതല്ല. അതുകൊണ്ടാണ് നമ്മുടെ പഴയ ആൾക്കാരൊക്കെ വളരെ നേരത്തെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യും? കുളിക്കും, അല്ലേ? പിന്നെ രാത്രി അതേ നേരത്തെ കിടന്നുറങ്ങണം എന്ന് പറയാറില്ലേ? എന്തിനാ അത് പറയണത്? തല നേരെ പ്രവർത്തിക്കണ്ടേ? നന്നായിട്ട് ഉറങ്ങണം എന്ന് പറയാറില്ലേ? അപ്പോൾ രാത്രി നേരത്തെ കിടന്നുറങ്ങി ഒരു 7-8 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങണം. എങ്കിലേ ആര് പ്രവർത്തിക്കുള്ളൂ? ഇതെല്ലാ കുട്ടികളോടും പറഞ്ഞു കൊടുക്കണം. കാരണം ഇന്നത്തെ തലമുറയിൽപ്പെട്ട പല കുട്ടികളും ഉറങ്ങുന്നില്ല. കുട്ടികൾ മാത്രമല്ല, ഇന്ന് പല ആൾക്കാരും ഉറങ്ങണില്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? ആ മനുഷ്യരുടെ ബുദ്ധി കെട്ടുപോകുന്നർത്ഥം. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. എല്ലാ ദിവസവും നല്ലപോലെ ഒരു 7-8 മണിക്കൂറൊക്കെ ഉറങ്ങണം. സുഖമായിട്ട് ഉറങ്ങണ്ടേ? മുറിഞ്ഞു ഉറങ്ങാൻ പാടുമോ? മുറിഞ്ഞു ഉറങ്ങരുത്. ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. 10 മണിക്ക് കിടന്നു, ഒരു ഉറക്കം കഴിഞ്ഞു, എണീറ്റു 10:30, പിന്നെ ഒന്ന് എണീറ്റു, പിന്നെ ഒന്നുറങ്ങി, വാച്ച് നോക്കി 11 മണി. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഉണ്ടല്ലോ. മുറിഞ്ഞു ഉറങ്ങി. അങ്ങനെ ചെയ്യണം. കിടന്ന് സുഖമായിട്ട് അങ്ങോട്ട് ഉറങ്ങി നമുക്ക് ആ ഉറക്കം മതി, അയാളാണ് എണീക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തലച്ചോറ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വേദങ്ങളിൽ എല്ലാ കാര്യങ്ങളും പറയേണ്ട. ആരെപ്പറ്റി? മനുഷ്യൻ്റെ തലച്ചോറിനെ പറ്റി ഇത്രയധികം കാര്യങ്ങൾ ലോകത്തിൽ വേറൊരു പുസ്തകത്തിലും കിട്ടില്ല, ഗൂഗിളിൽ പോലും കിട്ടില്ല. അത്രയേറെ കാര്യങ്ങളാണ് വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും മനുഷ്യൻ്റെ ഉത്തമാംഗത്തെ പറ്റി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ബുദ്ധിയെയാണ് ആര് ബാധിക്കുന്നത്? മായ ബാധിക്കുന്നത്. ആര് പറഞ്ഞു? യമധർമ്മരാജാവ് അവിടെ കൂടിയ യോഗത്തിൽ വെച്ച് എല്ലാവരോടും പറഞ്ഞു. ഞാൻ ശ്ലോകം കൂടി വായിച്ചു നോക്കൂ. പ്രായേണ വേദ തതിതം
ന മഹാജനോയം ദേവ്യാ വിമോഹിതമതി ബത മായയാനം ത്രിയാം ജഡീകൃതമതി. ജഡീകൃതമതി പറഞ്ഞാൽ എന്താ? ത്രിയാം എന്ന് പറഞ്ഞാൽ ഈ വേദങ്ങൾ എന്നർത്ഥം. വളരെ പ്രധാനപ്പെട്ടതാണ് വേദം. വേദങ്ങൾക്ക് സംസ്കൃതത്തിൽ ത്രയീ എന്ന് പറയും. എന്താ പറയുക? ത്രയീ. ഇനി മറന്നു പോകണ്ട, വേദങ്ങളുടെ മറ്റൊരു പേരാണ് ത്രയീ. വേദങ്ങളെക്കാൾ നല്ല ഒരറിവും ഇന്നേ വരെ ലോകത്തിലുണ്ടായിട്ടില്ല. ഇതിപ്പോൾ ഏതാ കൊല്ലം? 2025 ഏപ്രിൽ മാസമായില്ലേ. ലോകത്തിൽ പലതരത്തിലുള്ള അറിവുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വേദത്തെ പോലെ ഇത്രയും സമഗ്രമായ, ഗംഭീരമായ, പൂർണ്ണമായ അറിവ് ലോകത്തിൽ ഒരു ഭാഗത്തും ഒരിടത്തും ഉണ്ടായിട്ടേയില്ല. ഇനി ഭാവിയിൽ ഉണ്ടാവുമോ എന്നറിയില്ല. അത്രയും ഗംഭീരമായ അറിവാണ് എവിടെയുള്ളത്? ത്രയ്യാം, അതായത് ത്രയീ എന്ന് പറയുന്ന വേദത്തിൽ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികരായ ആൾക്കാരൊക്കെ ഈ വേദം നന്നായിട്ട് പഠിച്ചു. ആ വേദത്തെ നാട് മുഴുവനും പ്രചരിപ്പിച്ചു. ഇതേപോലെ ക്ഷേത്രങ്ങളിലൊക്കെ ഇരുന്നിട്ട് അവർ വേദം ചൊല്ലുമായിരുന്നു അല്ലേ. എല്ലാ ക്ഷേത്രങ്ങളിലും ഇരുന്ന് പഴയ ആൾക്കാർ എന്ത് ചെയ്യും? വേദമന്ത്രങ്ങൾ ചൊല്ലും. ആ വേദമന്ത്രങ്ങൾ ചൊല്ലിയിട്ട് അവർക്ക് വേദം പൂർണ്ണമായിട്ടും ഹൃദിസ്ഥമായിരുന്നു. 4 വേദങ്ങളും നന്നായി പഠിച്ചവരെയാണ് ചതുർവേദികൾ എന്ന് പറയും അല്ലേ. 3 പേര് നന്നായിട്ട് പഠിച്ചവരെ എന്ത് പറയും? ത്രിവേദി എന്ന് പറയും. 2 പേര് നന്നായിട്ട് പഠിച്ചവരെ ദ്വിവേദി എന്ന് പറയും. ഏകവേദി ഇല്ല. നമുക്ക് ഭാരതത്തിൽ പല ഭാഗത്തും സഞ്ചരിച്ചാൽ ചില കുടുംബത്തിൽ ചില ആൾക്കാരുടെ പേരിൻ്റെ കൂടെ ചതുർവേദി, ത്രിവേദി, ദ്വിവേദി എന്നൊക്കെ കാണാം. അപ്പോൾ അവിടെ അവരുടെ മുത്തശ്ശന്മാരോ ആരെങ്കിലുമൊക്കെ ഇതേപോലെ വേദം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ പേരിങ്ങനെ തുടർച്ചയായിട്ട് പോവുകയാണ്. ഏകവേദി ഇല്ല ഭാരതത്തിൽ. എന്താ കാരണം? ഒരു വേദം മാത്രമായിട്ട് പഠിക്കുന്ന സമ്പ്രദായമില്ല. 2 വേദങ്ങളായിട്ട് പഠിക്കും. അപ്പം ഇങ്ങനെ ആ പഴയ ആൾക്കാർ ചെയ്ത വലിയൊരു കാര്യമാണെന്ത്? വേദങ്ങൾ നന്നായിട്ട് പഠിച്ചു, ആ വേദങ്ങളെ പ്രചരിപ്പിച്ചു. വേദങ്ങളിൽ പറഞ്ഞതുപോലെയാണ് നമ്മുടെ പൂർവികർ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ കാണുന്ന മനുഷ്യരുടെ ജീവിതത്തിനേക്കാൾ എത്രയോ 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 മെച്ചപ്പെട്ട ജീവിതമായിരുന്നു എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ വിചാരം എന്താ? ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന പലരുടെയും വിചാരം ഇവിടെ കുറച്ച് ഗൂഗിളുണ്ട്, ഇൻ്റർനെറ്റ് ഉണ്ട് അല്ലേ, ഓൺലൈൻ ഉണ്ട്, മൊബൈലൊക്കെ കണ്ടുപിടിച്ചു, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നു, വിമാനങ്ങളൊക്കെ ആകാശത്തിൽ പറക്കുന്നു, കപ്പലുകളുണ്ട്, ടെക്നോളജി ഉണ്ട് അല്ലേ, സയൻസൊക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാരുടെ വിചാരം ഇന്നത്തെ ലോകമാണ് ഏറ്റവും കേമം എന്നാ വിചാരം അല്ലേ. പക്ഷേ തെറ്റാണ്. അത് തികച്ചും തെറ്റാണ്. നമുക്ക് പഴയതറിയാത്തതുകൊണ്ടാണ്, നമുക്ക് പഴയ കാലത്തെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നത്തേത് കേമാണെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ പൂർവികരൊക്കെ നമ്മളെക്കാൾ എത്രയോ എത്രയോ ഗംഭീരമായ ജീവിതമാണ് നയിച്ചത്. നമ്മളെക്കാൾ അറിവുള്ളവരായിരുന്നു. ആര്? നമ്മുടെ പൂർവികരായ ആ മനീഷികളൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യരെക്കാൾ ഒരുപാട് പല കാര്യങ്ങളിൽ നല്ല ശരിയായ അറിവുള്ളവരായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വേദം പഠിക്കണം, പ്രചരിപ്പിക്കണം എന്ന് പറയണത്. അപ്പോൾ ആ ശ്ലോകത്തിൽ പറയുന്നു, ത്രയ്യാം ജഡീകൃതമതിഹി മധുപുഷ്പിതായാം വൈതാനികേ മഹതി കർമ്മണി യുജ്യമാന. ഇപ്പോൾ വേദത്തിനൊരു പ്രത്യേകതയാണ്. എന്താ? വേദം പരോക്ഷമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുക, പ്രത്യക്ഷമായിട്ട് പറയില്ല. എന്താ ഈ പ്രത്യക്ഷം പരോക്ഷം എന്നൊക്കെ പറഞ്ഞാൽ? കാര്യങ്ങളൊന്നും നേരെ ചൊവ്വ അങ്ങോട്ട് പറഞ്ഞു തരില്ല. ആര്? ഇതിനാണ് പ്രത്യക്ഷം എന്ന് പറയും. പ്രത്യക്ഷമായിട്ട് പറയുന്നതല്ല വേദങ്ങൾക്ക് ഇഷ്ടം, എപ്പോഴും പരോക്ഷമാണ് ഇഷ്ടം. ഭഗവാനും അതെ, ഭഗവാൻ എല്ലാ കാര്യങ്ങളും പരോക്ഷമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മളൊരു വേദത്തിലെ ഒരു മന്ത്രം എടുത്ത് നോക്കിയാൽ എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ വേദത്തിലെ ഏതെങ്കിലും മന്ത്രം എടുത്തോ, ഏത് മന്ത്രം എടുത്താലും എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾ സംസ്കൃത ഭാഷ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ യൂണിവേഴ്സിറ്റിയിലെ സംസ്കൃത വിഭാഗത്തിൻ്റെ HOD ആണെങ്കിൽ പോലും ഈ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എന്താ കാരണം? അത്രയും ഗഹനമാണ് വേദമന്ത്രങ്ങളുടെ അർത്ഥം. അതുകൊണ്ടാണ് പഴയ ആൾക്കാർ പറയണത് ആ വേദമന്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഉപാസിക്കണം, അത് ജീവിതത്തിൽ എപ്പോഴും ഉപയോഗിക്കണം അല്ലേ. അപ്പം അതുകൊണ്ട് ഈ വേദമന്ത്രങ്ങളുടെ അർത്ഥം അറിയാത്തവരാണ് ത്രിയാം ജഡീകൃതമതിഹി മധുപുഷ്പിതായ. മധുപുഷ്പിതായ എന്ന് പറഞ്ഞാൽ എന്താ? പണ്ടൊരാൾ വലിയൊരു വൃക്ഷം വെച്ചു കൊടുത്തു. ഒരു വൃക്ഷം വെച്ച സമയത്ത് പുഷ്പിതായ എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ ധാരാളം പൂക്കളുണ്ടായി, നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടായ സമയത്ത് ഇദ്ദേഹത്തിന് തോന്നി ഈ വൃക്ഷത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല ഫലം പൂവാണ് എന്ന് വിചാരിച്ചു.
ഇയാൾ എന്ത് ചെയ്തു? ഈ പൂവ് മുഴുവനും ശേഖരിച്ചു. നല്ല പൂക്കൾ കിട്ടിയിട്ടോ. എവിടുന്ന്? വൃക്ഷത്തിൻ്റെ മുകളിൽ നിന്ന് പൂവാണോ പ്രധാനമായിട്ട് കിട്ടുക? അല്ല. ആ പൂക്കളാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? ഫലങ്ങളായിട്ട് മാറണത്. ശരിയല്ലേ? ശരിയാണോ? ആണ്. വൃക്ഷത്തിൻ്റെ പൂക്കളാണ് പിന്നീട് നല്ല ഫലങ്ങളായിട്ട്. മാവ് കണ്ടിട്ടില്ലേ? മാവൊരു വൃക്ഷമാണ്. മാവിനോട് ആദ്യം തന്നെ മാങ്ങ ഉണ്ടാവുമോ? ഇല്ല. ആദ്യം എന്താ ഉണ്ടാവുക? പൂവാണ് ഉണ്ടാവുക. നല്ല ഭംഗിയാണ് മാവിൻ്റെ പൂവ്. ചെറിയ ചെറിയ പൂവുണ്ട്. ആ പൂ മുഴുവൻ പൊട്ടിച്ചാലോ? മാവങ്ങോട്ട് പൂത്തു. അപ്പോൾ ഒരു നല്ല ഭംഗിയുണ്ട്. എന്ത്? പൂവ് കാണാനേ. ഈ മാവിൻ്റെ പൂവ് മുഴുവൻ പൊട്ടിച്ചാൽ പിന്നെ ഇയാൾക്ക് മാമ്പഴം കിട്ടുമോ? അപ്പോൾ അറിവില്ലാത്ത ഒരാൾ എന്ത് വിചാരിച്ചു? മാവിൻ്റെ പൂവാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് നല്ല പഴം എന്ന് വിചാരിച്ചു. ഇയാൾ പൂവ് മുഴുവൻ പൊട്ടിച്ചു തിന്നു. അയാൾക്ക് അറിവില്ലാഞ്ഞിട്ടാണ് അല്ലേ? അയാൾക്ക് അറിവില്ല. നമ്മൾ കാത്തിരിക്കണ്ടേ? ക്ഷമയോടെ കാത്തിരുന്നാൽ ഈ പൂക്കളമൊക്കെ പിന്നീട് ചെറിയ ചെറിയ ഉണ്ണിമാങ്ങകളായിട്ട് മാറുന്നത് കാണാം. പിന്നെ ആ ഉണ്ണിമാങ്ങ വലുതാവും, എന്നിട്ട് കുറച്ചുകൂടി വലിയ മാങ്ങയാവും. പിന്നെയും കാത്തിരിക്കണം. ആ പച്ചമാങ്ങയൊക്കെ എന്താവും? അല്ല, മൂത്തുപഴുത്ത മാമ്പഴമാവുമ്പോഴല്ലേ അതിന് ശരിക്കുള്ള ആ ഫലം ആസ്വദിക്കാൻ പറ്റുക അല്ലേ? വേദങ്ങളും ഇങ്ങനെയാണ്. വേദങ്ങൾ പറയും എന്ത്? സ്വർഗകാമോ യജേത, നിങ്ങൾക്ക് സ്വർഗത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ യാഗം ചെയ്തോളൂ എന്ന് പറയും. എന്താ പറയുക? സ്വർഗകാമോ യജേത. അപ്പം എന്താ ഈ സ്വർഗകാമോ? ആൾക്കാരെന്താ വിചാരിക്കാൻ? ഓ, സ്വർഗം കിട്ടാൻ വേണ്ടി യാഗം ചെയ്താൽ മതി വിചാരിക്കും. എന്നിട്ട് അവരൊരുപാട് കഷ്ടപ്പെട്ട് യാഗം ചെയ്യും. എന്തിനാത്? സ്വർഗത്തിൽ പോയാൽ സുഖമായിട്ട് ജീവിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. പക്ഷെ വാസ്തവത്തിൽ സ്വർഗകാമോ യജേത എന്ന് പറയുന്ന ആ നിർദ്ദേശത്തിൻ്റെ അർത്ഥം നിങ്ങൾ യാഗം ചെയ്യണം എന്നല്ല. അതിൻ്റെ അർത്ഥം അത് ഈ പൂവ് പിടിക്കണ മാതിരിയാണ്. മാവുണ്ടായിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഈ പൂവൊക്കെ പൊട്ടിച്ചുകൊണ്ട് പോകണ മാതിരിയാണെന്ന് അർത്ഥം. എന്തിനു വേണ്ടി കാത്തിരിക്കണം? ആ ശരിയായ ഫലത്തിന് വേണ്ടി കാത്തിരിക്കണം. അങ്ങനെ വേദങ്ങളൊക്കെ ഇങ്ങനെയാണ്. എല്ലാ വേദമന്ത്രങ്ങളും ഇങ്ങനെയാണ്. അതുകൊണ്ട് ഏവം വിമർശ സുധിയ ഭഗവതി അനന്തേ, ഇങ്ങനെ വേദമന്ത്രങ്ങളെ നല്ലതുപോലെ വിമർശനം ചെയ്തിട്ട് നല്ല അറിവുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്ത്? മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭഗവാന്റെ പാദത്തിൽ ഭക്തിയുണ്ടാവുകയാണ്. ഭക്തിയേക്കാൾ ശ്രേഷ്ഠമായി ഈ ലോകത്തിൽ വേറെ യാതൊന്നുമില്ല. ഭക്തി പറഞ്ഞാൽ സ്നേഹമാണല്ലേ. അപ്പം ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റും. എന്താ മാർഗം? സ്നേഹം ഉണ്ടായാൽ. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന 800 കോടി മനുഷ്യർക്കും വളരെ നല്ലതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹം ഉണ്ടെങ്കിൽ ലോകത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ? സ്നേഹിക്കുന്ന ആൾക്കാർ വേറൊരാളെ കൊല്ലുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ നല്ല സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലില്ല. ഒരാൾ വേറൊരാളെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാൾ മറ്റേ കൊല്ലുമോ? നാളില്ലേ കുറേ കൊന്നത്? നാളെ കുറേ യുദ്ധമൊക്കെ നടന്നില്ലേ? കഴിഞ്ഞ കുറേ മാസങ്ങളിൽ നമ്മുടെ നാട്ടിലൊക്കെ യുദ്ധം നടന്നു. നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് എന്താ ചെയ്യുക? യാതൊരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായ എത്രയോ പേരാണ് മരിക്കുന്നത്. വിവരമുള്ള ആരെങ്കിലും യുദ്ധം ചെയ്യാൻ പോവോ? സ്നേഹമുള്ള ആരെങ്കിലും യുദ്ധം ചെയ്യാൻ പോവോ? സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ മറ്റുള്ള മനുഷ്യരെ കൊല്ലണത്? അല്ല, എന്താ മറുപടി പറയൂ? ആലോചിച്ചോ. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്. സ്നേഹമില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യൻ വേറെ മനുഷ്യനെ കൊല്ലുന്നത്. അപ്പം എല്ലാ യുദ്ധങ്ങൾക്കും കാരണം എന്താ? 1-ാം ലോക മഹായുദ്ധത്തിനും 2-ാം ലോക മഹായുദ്ധത്തിനും പ്ലാസി യുദ്ധത്തിനും കുളച്ചൽ യുദ്ധത്തിനും ലോകത്തിലുണ്ടായ എല്ലാ യുദ്ധങ്ങൾക്കും കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. അതിൽ പങ്കെടുത്ത ആൾക്കാർക്ക് തമ്മിൽ എന്തില്ല? സ്നേഹിക്കാൻ കഴിയണില്ല. അപ്പോൾ സ്നേഹമാണ് ലോകത്തിൽ ഉണ്ടാവേണ്ടത്. ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും എല്ലാ മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും പരസ്പരം എന്തുണ്ടാവണം? സ്നേഹമുണ്ടാവണം. അതിനാണ് നമ്മൾ ഐകമത്യ സൂക്തം എന്നൊരു മന്ത്രം. ഈ ഐകമത്യ സൂക്തം എന്നുള്ള മന്ത്രമാണ് സാധാരണ അമ്പലത്തിൽ തിരുമേനി ദിവസേന ചൊല്ലും. അതെന്തിനാ? അമ്പലത്തിൽ ആര് വന്നാലും അവരെന്താ പഠിപ്പിക്കുക? അമ്പലത്തിൽ ആർക്ക് വേണേ വരാം. അമ്പലത്തിൽ ആര് വന്നാലും തിരുമേനി അവരോട് പറയും, നിങ്ങളെല്ലാവരും ഒരേ കുടുംബത്തിലെ ആൾക്കാരാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യണം? നന്നായിട്ട് സ്നേഹിക്കണം എന്നാണ് ആര് പറഞ്ഞു കൊടുക്കുക? അമ്പലത്തിൽ പൂജ കഴിക്കുന്ന തിരുമേനി വരുന്ന ആൾക്കാരോടൊക്കെ അതിനാണത് ശാന്തി. പൂജ കഴിക്കുന്ന ആളെ ശാന്തിക്കാരൻ എന്നല്ലേ പറയാം, അല്ലേ? അപ്പോൾ അമ്പലത്തിലെ മേശാന്തി എല്ലാവരോടും പറയും, നിങ്ങൾ ഒരേ ഭഗവാന്റെ അമ്പലത്തിലാണ് വന്നത്, എല്ലാവരും എന്ത് ചെയ്യണം? എന്തിനു സമ്മതിക്കില്ല? അമ്പലത്തിനുള്ളിൽ ഒരു നല്ല ക്ഷേത്രമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ അശപിശ കൂടാൻ സമ്മതിക്കരുത്. എല്ലാവരും സ്നേഹിക്കണം. അപ്പോൾ സ്നേഹമാണ് ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം.
ആ സ്നേഹം ഈശ്വരനോടാകുമ്പോൾ അതിനെന്ത് പറയും? ഭക്തി എന്ന് പറയും. അപ്പം നമുക്ക് ഭഗവാനോട് തോന്നുന്ന സ്നേഹമാണ് ഭക്തി. അപ്പം എല്ലാ വേദങ്ങളും പറയുന്നത് എന്താ? ഏവം വിമർശ്യ സുധിയ ഭഗവതി അനന്തേ സർവാത്മന വിരതതേലു ഭാവയോഗം. ഇങ്ങനെ ബുദ്ധി കൊണ്ട് നല്ലതുപോലെ ഇരുന്ന് ആലോചിച്ചിട്ടാണ്, നമ്മളെക്കാൾ ആലോചിച്ചിട്ടാണ് നമ്മുടെ പൂർവികർ നമ്മളോട് പറയുന്നുണ്ട് ഈശ്വരനെ സ്നേഹിക്കുക, അഥവാ ഭക്തി ഉണ്ടാവുകയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മൾ നേരത്തെ ഭരതൻ്റെ കഥ കേട്ടു അല്ലേ? ഭരതന് നല്ല ഭക്തി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക? ഭരതൻ ഒരിക്കൽ രഘുഗണനെ കണ്ടു. രഘുഗണൻ ഇങ്ങനെ രാജാവായി, ഒരു ചെറിയൊരു നാട്ടുരാജാവ്. ആ നാട്ടുരാജാവിന് അദ്ദേഹത്തിന് കുറേ സംശയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംശയമൊക്കെ തീരാൻ വേണ്ടി അദ്ദേഹം ഗുരുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പല്ലക്കിൽ പോകാമെന്ന് കരുതി. രാജാക്കന്മാർ പല്ലക്കിലാണ് പോകും. അങ്ങനെ കുറേ ആൾക്കാരൊരു പല്ലക്കിൽ രാജാവിനെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പല്ലക്ക് ചുമക്കാൻ ഒരാളും കൂടി വേണം. അപ്പോൾ അവരെന്ത് ചെയ്തു? നമ്മൾ ഇന്നലെ ഒരു കഥ പറഞ്ഞില്ലേ, ഒരു ഭരതൻ്റെ കഥ. എന്നാലും നിങ്ങളൊക്കെ ഉണ്ടോ അവിടെ? എനിക്കറിയില്ല, ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഭരതനെ ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ കൊണ്ടുപോയ സമയത്ത് കൊല്ലാൻ കൊണ്ടുപോയത്. ഒരുപാട് ദുഷ്ടന്മാരായ ആൾക്കാർ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് അമ്പലത്തിൽ വെച്ച് ഈ ഭരതനെ വെട്ടിക്കൊല്ലാൻ പുറപ്പെട്ടപ്പോഴാണ് ഭദ്രകാളി പ്രത്യക്ഷപ്പെട്ട് ആരെ രക്ഷിച്ചത്? ഈ ഭരതനെ രക്ഷിച്ചു. അങ്ങനെ ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് എങ്ങോട്ടോ നടന്നു പോവുകയാണ്. അവിടെ ഒരു പുഴയുണ്ടായിരുന്നു. അതിൻ്റെ പേര് ഇക്ഷുമതി എന്നാണ് ആ പുഴയുടെ പേര്. പേര് മറന്നു പോകണ്ട, ഇക്ഷുമതി എന്നായിരുന്നു പുഴയുടെ, ഭാരതത്തിലൊരു പുഴയാണ്. അപ്പോൾ ഈ പുഴയുടെ തീരത്ത് കൂടെയാണ് ഭരതൻ നടന്നു പോകണം. മിണ്ടില്ല. ആര്? ഭരതന് പ്രായം കുറേയുണ്ട്, ആരോടും മിണ്ടില്ല. അതുകൊണ്ട് ഈ ഭരതനെ നാട്ടുകാർ ജഡഭരതൻ എന്നാണ് പറയുന്നത്. ജഡൻ പറഞ്ഞാൽ പൊട്ടൻ. നമ്മളെ നാട്ടിൽ പൊട്ടൻ എന്നല്ലേ പറയല്ലേ? മിണ്ടാൻ വയ്യാഞ്ഞിട്ടല്ല, മിണ്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ആരോടും മിണ്ടാണ്ട് ജീവിക്കുന്ന പരോപകാരിയായ ഒരു മനുഷ്യനായിരുന്നു ഭരതൻ. അപ്പോഴാണ് ഈ പല്ലക്ക് ചുമക്കുന്ന ആൾക്കാർ ആരെ കണ്ടു? പുഴവക്കത്ത് വെച്ചു ഭരതനെ കണ്ടു. അന്ന് ഇവൻ്റെ തോളിലേക്ക് വെച്ചു കൊടുക്കാമല്ലോ എന്ന് പല്ലക്കിൻ്റെ തണ്ട്. അങ്ങനെ വിളിച്ചു, ഇവിടെ വാങ്ങുന്നു, ഇവിടെ വാങ്ങുന്നു പറഞ്ഞു. ഭരതനടുത്തേക്ക് വന്നു. ഈ പല്ലക്കിൻ്റെ ഒരു തണ്ട് എവിടെ വെച്ചു? ഈ ഭരതൻ്റെ തോളിൽ. ഇപ്പോൾ ആൾക്കാരെ എല്ലാവരും കൂടി രാജാവിനെ പല്ലക്കിനടുത്ത് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഭരതൻ നടക്കുമ്പോൾ ശ്രദ്ധിച്ചേ നടക്കുകയുള്ളൂ. എന്താ? തൻ്റെ കാലിൻ്റെ ഇടയിൽപ്പെട്ട് പ്രാണികളൊന്നും മരിക്കണ്ടെന്ന് കരുതി മെല്ലെ മെല്ലെയാണ് കാല് വയ്ക്കുക. ആര്? ഭരതൻ. ഈ ഉറുമ്പൊക്കെ ഉണ്ടാവില്ലേ? മണ്ണിൽ ഉറുമ്പുണ്ടാവും, പല ഇപ്പം ചവിട്ടിയ ചത്തുപോവില്ലേ? ഒരു പുഴുവിനെ ചവിട്ടിയാൽ എന്താ ഉണ്ടാവുക? ആ പുഴു ചത്തുപോവും അല്ലേ? അപ്പം അങ്ങനെ അദ്ദേഹം ചെയ്യില്ല. അപ്പം അദ്ദേഹം ചാടി നടക്കും. ചാടി നടക്കുന്ന ഈ പല്ലക്കിൻ്റെ തണ്ട് തോളിൽ വെച്ചിട്ടാണ് ചാടി നടക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഈ രാജാവ് ഇങ്ങനെ കുലുങ്ങില്ലേ? രാജാവിന് യാത്ര സുഖമുണ്ടാകും. അപ്പം രാജാവ് ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെ പല്ലക്ക് ചുമക്കണത്? അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളെല്ലാവരും പുതിയൊരാൾ വന്നിട്ടാണ്, അവൻ ചാടി നടക്കുക. അപ്പം രാജാവ് എന്ത് ചെയ്തു? ഇയാളെ കാണാൻ വേണ്ടി നോക്കിയ സമയത്ത് ഭരതനെ കണ്ടു. അപ്പോൾ നല്ല തടിച്ച ആളാണ്, നല്ല ശരീരമാണ്. കുറേ കളിയാക്കി. ആരെ? ഈ പല്ലക്കിരിക്കുന്ന രാജാവ് ഈ ഭരതനെ കളിയാക്കി. മെലിഞ്ഞ് ശരിക്കും തടിച്ചിട്ടാണ്. തടിച്ചയാളെ നമ്മളും ഇല്ലേ അല്പം മെലിഞ്ഞ കളിയാക്കാറില്ലേ? എന്തോരം മെലിഞ്ഞിരിക്കുന്ന ആളാ. കുറേ നേരമായല്ലോ. ഒക്കെ വിപരീതമാണ് പറയണം. നമ്മുടെ ഇടയിലുണ്ട് ഈ കളിയാക്കുമ്പോൾ ഒക്കെ വിപരീതമായിട്ട് പറയുന്ന ഒരു സ്വഭാവം. അപ്പോൾ പറഞ്ഞു, കുറേ നേരമായല്ലോ നടക്കാൻ തുടങ്ങിയിട്ട്, യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടാവും അല്ലേ എന്നൊക്കെ അങ്ങനെ കളിയാക്കിയിട്ടും ഭരതൻ എന്ത് ചെയ്തു? മുമ്പത്തെ പോലെ തന്നെ പല്ലക്ക് ചുമന്നു. അപ്പോൾ രാജാവിന് എന്താ വരിക? ദേഷ്യം വരും. ദേഷ്യം വന്ന് രഘുഗണൻ ചോദിച്ചു, കിമിത മരയത്തും നല്ല ദേഷ്യം പിടിച്ചത്. എന്താ നീ വിചാരിച്ചത്? ഞാനാരാ നിനക്കറിയോ? ഞാനിവിടുത്തെ രാജാവാണ്, നീ വെറും പ്രജയാണ്, നിന്നെ ഞാൻ അടുത്ത ശിക്ഷ തരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ജീവിതത്തിൽ ഇന്നേ വരെ സംസാരിക്കാതിരുന്ന ഭരതൻ ആദ്യമായിട്ട് സംസാരിക്കുന്നത്. ഇന്നേ വരെ ഭരതൻ ആരോടും ഉരിയാടിയിട്ടേ ഇല്ല. ഭരതൻ അവിടുന്ന് സംസാരിച്ചു. ഭരതൻ എന്താ പറഞ്ഞത്? അങ്ങ് പറഞ്ഞൊന്നും ശരിയല്ല. കാരണം ഞാൻ എവിടെ നിന്നും യാത്ര പുറപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ എവിടേക്കും യാത്ര ചെയ്യുന്നില്ല, എനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമില്ല. പിന്നെ അങ്ങ് പറഞ്ഞു ഞാൻ മെലിഞ്ഞിട്ടാണ്. ഞാനെന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആത്മാവ് മെലിഞ്ഞിട്ടുമല്ല തടിച്ചിട്ടുമില്ല. പിന്നെ അങ്ങ് പറഞ്ഞു എനിക്ക് ക്ഷീണമുണ്ടോ? എനിക്ക് യാതൊരു ക്ഷീണവും ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ആരാ പറയണത്? ഭാഗവതം ശരിക്കും പഠിച്ചോട്ടോ. എനിക്ക് ഇന്നേ വരെ ഒരു ക്ഷീണം ഉണ്ടായിട്ടില്ല. ആര് പറയുക? നിങ്ങൾക്കൊക്കെ ക്ഷീണം തോന്നാറില്ലേ?
അപ്പോൾ ഭരതൻ ഇങ്ങനെ കുറേ പറഞ്ഞു അദ്ദേഹം. അപ്പോൾ ഈ പല്ലക്കിരിക്കുന്ന രാജാവ് ഇങ്ങനെ കേൾക്കും. രാജാവ് ആലോചിച്ചു, അല്ല, എത്രയോ യോഗ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളാണ് ആര് പറയണത്? ഒരു പല്ലക്ക് ചുമക്കുന്ന സാധാരണക്കാരൻ പറയണത്. അപ്പോൾ മനസ്സിലെ ഇദ്ദേഹം എന്തോ അറിവുള്ള ആളാണെന്ന്. പല്ലക്ക് താഴെ വയ്ക്കാം, എല്ലാവരോടും പല്ലക്ക് താഴെ വെച്ചു. അപ്പോൾ അവരൊക്കെ ഇനിയതായ യാത്ര നിർത്തിവെച്ചു. യാത്ര നിർത്തിവെച്ചപ്പോൾ അവരൊക്കെ പോയി. എല്ലാവരും പോയപ്പം ഈ രാജാവ് ആരെ നോക്കി? ഭരതയോഗീശ്വരനെ നോക്കി. നല്ല ചൈതന്യമുണ്ട് അതേ കാണാൻ, സൂര്യനെ പോലെ ജ്വലിക്കുന്ന ചൈതന്യം. ഏതോ ഒരു മഹാത്മാവാണെന്ന് മനസ്സിലായി. അദ്ദേഹത്തിനല്ലേ താൻ ചീത്ത പറഞ്ഞതല്ലേ? ഏതോ ഒരു മഹാത്മാവാണെന്ന് ആ വാക്ക് കേട്ടപ്പോൾ മനസ്സിലായി. ഇതിന് അദ്ദേഹത്തിനെ കൊണ്ടല്ലേ ഞാൻ ഇത്രയും വലിയൊരു പല്ലക്കൊക്കെ ചോപ്പിച്ചതല്ലേ? അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് പൊട്ടിക്കരഞ്ഞിട്ട് ഈ രഘുഗണൻ പറഞ്ഞു, അയ്യോ അങ്ങാരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, അങ്ങേതോ ഒരു തേജസ്വിയാണ്, ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭരതൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു, കെട്ടിപ്പിടിച്ചു. അതൊന്നും സാരമില്ല, അതൊന്നും സാരമില്ല, അങ്ങക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചോളാം, അങ്ങക്ക് എന്താ അറിയേണ്ടത് ചോദിച്ചു. അപ്പം അദ്ദേഹത്തിന് എന്തൊക്കെയോ അറിയണം. അപ്പം അദ്ദേഹം ഞാൻ എൻ്റെ ഗുരുവിനെ കാണാൻ പോവുകയാണ്. ആയിക്കോട്ടെ, നല്ല കാര്യം. അപ്പം എൻ്റെ സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്കൊരു സംശയം, എൻ്റെ ഗുരു തന്നെ എൻ്റെ മുന്നിലേക്ക് വേഷം മാറി വന്നതാണോ? അപ്പോൾ ഭരതൻ പറഞ്ഞു, അല്ല, ഞാനിതിലേ നടന്നിങ്ങനെ പോവുമായിരുന്നു, അപ്പോഴാണ് അങ്ങേ കണ്ടത്. നമ്മൾ എതിർച്ചയാ കണ്ടുമുട്ടിയവരാണ്. എന്താ അങ്ങേക്ക് അറിയേണ്ടത് ചോദിച്ചു. അപ്പോൾ ഇദ്ദേഹം പല സംശയങ്ങളും ചോദിക്കുകയാണ്. ആരോട്? ഈ ചെറിയ സംശയമൊന്നുമല്ല. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ ചെറിയ ചോദ്യമല്ലേ ചോദിക്കുക. രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തുവിൻ്റെ പേരെന്ത്? എത്ര നിസ്സാരമായ ചോദ്യമല്ലേ. ബഹിരാകാശത്തിൽ ആദ്യമായി പ്രവേശിച്ച ജീവിയുടെ പേരെന്ത്? അതെത്രയോ നിസ്സാരമാണ് അല്ലേ? ഈ മാതിരി ചോദ്യങ്ങളല്ലേ നമ്മുടെ കുട്ടികളൊക്കെ വായിച്ചു പഠിക്കണതല്ലേ? ആണ്, വളരെ നിസ്സാരമായ ചോദ്യങ്ങളാവരും. അമ്മാതിരി ചോദ്യങ്ങളൊന്നുമല്ല ആര് ചോദിച്ചത്. ആധ്യാത്മികമായിരിക്കുന്ന ചോദ്യങ്ങളാണ് ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ. ആ മാതിരി ചോദ്യങ്ങളൊക്കെ ഭരതനോട് ചോദിച്ചപ്പോൾ ഭരതൻ എല്ലാ ചോദ്യങ്ങൾക്കും മനോഹരമായ മറുപടി പറഞ്ഞു കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞതിൻ്റെ സാരം എന്താണെന്നറിയോ? മനുഷ്യന് ആത്മാവിനെ പറ്റിയോ ദേഹത്തെ പറ്റിയോ പ്രാണനെ പറ്റിയോ ജീവനെ പറ്റിയോ അറിയാത്തത് കൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യണത്? ഇങ്ങനെ ബഹളം കൂട്ടി ജീവിക്കണത്. വല്ല ആവശ്യമുണ്ടോ മനുഷ്യങ്ങനെ? നമ്മളിവിടെ ഇപ്പോൾ ശാന്തരായിട്ടിരിക്കുകയല്ലേ? അപ്പം നമ്മളെല്ലാവരും ഇവിടെ രാവിലെ തൊട്ട് ഉച്ച വരെ വളരെ ശാന്തരായിട്ടല്ലേ ഇരുന്നത്? നമുക്ക് എന്തേ പ്രശ്നം? ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നം. അപ്പം ഇങ്ങനെ എപ്പോഴും നമ്മൾ എങ്ങനെ ജീവിക്കണം? 24 മണിക്കൂറും എല്ലാ കൊല്ലവും ഭൂമിയിൽ എവിടെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിലും മനുഷ്യന് ആദ്യം വേണ്ടത് എന്താ? ഭക്ഷണം. ഭക്ഷണമൊന്നും ഒരു കുഴപ്പമില്ല. ഭക്ഷണമൊന്നുമല്ല മനുഷ്യന് ആദ്യം വേണ്ടത്. മനുഷ്യന് ആദ്യം വേണ്ടത് മനസ്സിൽ ശാന്തി ഉണ്ടാകണം. ശാന്തി എവിടെയെങ്കിലും പോയാൽ വാങ്ങിക്കാൻ കിട്ടുമോ? കടയിൽ പോയിട്ട് പാലക്കാട്ട് കടയിൽ 2 കിലോ ശാന്തി തരും. അത് കടയിൽ പോയാൽ വാങ്ങാൻ കിട്ടില്ല. മനസ്സിൻ്റെ ഒരവസ്ഥയാണ് മനസ്സെപ്പോഴും ശാന്തമായിട്ടിരിക്കണം. ആരുടെ മനസ്സാണ് ശാന്തമായിട്ടിരിക്കുക? ആർക്കാണോ ഈ ലോകത്തിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്നവർ, അവരുടെ മനസ്സെപ്പോഴും ശാന്തമായിരിക്കും. അവരാരോടില്ല കള കൂടാൻ പോകില്ല, അവരൊരാളെ കൊല്ലാൻ പോകില്ല, അവർ തോക്ക് ചൂണ്ടിയിട്ട് കൊല്ലില്ല, ഉണ്ടോ? ഒരു ബോംബിടില്ല, ഒന്നും വേണ്ടാത്ത പണിയൊന്നും അവർ ചെയ്യില്ല. കാരണം എന്താ? അവർ ശാന്തിയുള്ളവരാണ്. ഈ ശാന്തി ഇല്ലാത്തവരാണ് എന്ത് ചെയ്യുന്നത്? അവരെപ്പോഴും ലോകത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എവിടെ അവരാണ് പ്രശ്നം ഉണ്ടാക്കുക, അല്ലേ? അപ്പോൾ ഭൂമിയിൽ മനുഷ്യർക്ക് ആവശ്യമുള്ളത് ശാന്തിയാണ്. ഈ ശാന്തി അവൻ ഉണ്ടാക്കേണ്ട സാധനമല്ല, അത് ഉള്ളതാണ്. നമ്മുടെ ഉള്ളിൽ ശാന്തിയുണ്ട്. ഈ ശാന്തി ഉണ്ടാവണേ നമ്മൾ ഇതിനെ പറ്റി അറിയണം, ശരീരത്തെ പറ്റി അറിയണം, പ്രാണനെ പറ്റി അറിയണം, ഇന്ദ്രിയങ്ങളെ പറ്റി അറിയണം. ലോകത്തിൽ എല്ലാ മനുഷ്യരുടെയും ശരീരം ഉണ്ടാക്കിയത് ഒരുപോലെയാണ്. ആഫ്രിക്കക്കാരുടെ ശരീരവും നമ്മുടെ ശരീരവും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസം. അമേരിക്കയിലെ മനുഷ്യന്മാരുടെ ശരീരം ഭാരതത്തിലെ മനുഷ്യരുടെ ശരീരം തമ്മിൽ എന്താ വ്യത്യാസം പറയും? ഒരു വ്യത്യാസവും ഇല്ല, ഉണ്ടോ? ലോകത്തിലെല്ലാ മനുഷ്യരുടെയും ശരീരം ഉണ്ടാക്കിയത് ഒരേ സാധനം കൊണ്ടാണ്, ഒക്കെ ഒരുപോലെയാണ്. അപ്പം എല്ലാവർക്കും മനസ്സുണ്ട്. മനസ്സില്ലാത്ത ഏതൊരു മനുഷ്യനെ കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും മനസ്സുണ്ട്. ബുദ്ധിയില്ല, എല്ലാവർക്കും ബുദ്ധിയുണ്ട്, അല്ലേ? എല്ലാവർക്കും 11 ഇന്ദ്രിയങ്ങളുണ്ട്. എല്ലാ മനുഷ്യർക്കും എത്ര ഇന്ദ്രിയമുള്ളത്?
12 ആർക്കെങ്കിലും ആർക്കും 12 ഒന്നുമില്ല, 9 കുറഞ്ഞു പോയോ? അതുമില്ല. എല്ലാ മനുഷ്യർക്കും കൃത്യം 11 ഇന്ദ്രിയങ്ങളാണ് ഈശ്വരൻ കൊടുത്തത് അല്ലേ? ഏതൊക്കെയാണ് 11 ഇന്ദ്രിയങ്ങൾ? കണ്ണ് എണ്ണിക്കോളൂ. കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി. എത്രണ്ണായി? എണ്ണിയോ? ഞാൻ എണ്ണുണ്ട്, നിങ്ങളാണ് എണ്ണുണ്ട്. എണ്ണിക്കോളൂ. ആദ്യം പറയാം, ആദ്യം തൊട്ട് എണ്ണിക്കോളൂ. 11 ഇന്ദ്രിയങ്ങൾ. കണ്ണ്, മൂക്ക്, നാവ്, ത്വക്ക്, ചെവി. ഇപ്പം എത്രണ്ണായി? 5 ആയിട്ടേ ഉള്ളൂ. അതിന് 5 വിളിച്ചു. വാക്ക്, പാണി, പാദം, വായു, ഉപസ്ഥം. ഇപ്പം എത്രണ്ണായി? 10. പിന്നെ മനസ്സും 11. ലോകത്തിലെല്ലാ മനുഷ്യർക്കും ഈ 11 ഇന്ദ്രിയങ്ങൾ. ആർക്കെ 15 ഉണ്ടോ? ഒരാളെ കാണിച്ചൊരു ഇല്ല. 15 ഇന്ദ്രിയങ്ങൾ ഒരു മനുഷ്യൻ ലോകത്തിലില്ല. എല്ലാവർക്കും 11 ഇന്ദ്രിയങ്ങളാണ്. എല്ലാ മനുഷ്യർക്കും. എല്ലാ മനുഷ്യരുടെയും ശരീരം ഒരുപോലെയാണ്, ഒരു വ്യത്യാസമില്ല. പിന്നെ നമ്മളെന്തിനാണ് വെറുതെ അടി കൂടുന്നത്? ഉത്തരം പറയൂ. പിന്നെ എന്തിനാണ് അവിടെ 1-ാം സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്? എനിക്കറിയില്ല എന്തിനാണ് ഉണ്ടായത്. എന്തിനാ യുദ്ധമൊക്കെ ഉണ്ടായതല്ലേ? എല്ലാ മനുഷ്യരും ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ അടി കൂടണോ? ചില കുടുംബത്തിലൊക്കെ കാണാം അല്ലേ? കുടുംബാംഗങ്ങൾ ഏട്ടാനിയന്മാർ തമ്മിൽ അടി കൂടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അവർ സ്നേഹത്തോടെ ജീവിച്ചാൽ പോരെ. എല്ലാവരും കൂടി ഭക്ഷണം ഉണ്ടാക്കുക, ഒരു പാത്രത്തിൽ ഭക്ഷണം ഉണ്ടാക്കിയാൽ പോരെ. ഒരു 36 ആളുണ്ട് ഒരു വീട്ടിൽ വിചാരിച്ചു. ഒരു വീട്ടിൽ 36 ആളുണ്ടെങ്കിൽ ആ 36 ആൾക്കും കൂടി ഒന്നിച്ച് വലിയൊരു പാത്രത്തിൽ ചോറോ എന്തൊക്കെയോ വെച്ചാൽ പോരെ. ഒരു 36 ആൾക്കാരും കൂടി വട്ടത്തിലിരുന്ന് സൊറയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് ഭക്ഷണം കഴിച്ചോ നല്ല രസം ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല. അങ്ങനെയാണ് ജീവിക്കുക. ഇപ്പോൾ അങ്ങനെയല്ല. 36 മക്കളൊന്നുമില്ല. വീട്ടിൽ 4 മക്കളുണ്ടെങ്കിൽ 4 ആളും കൂടി അവിടുന്ന് പോവുകയും എന്നിട്ട് 4 ആളും എന്ത് ചെയ്യും? വേറെ വീട് വയ്ക്കുക. എന്നിട്ട് ഓരോ വീട്ടിലും പ്രഷർ കുക്കർ, ഓരോ വീട്ടിലും എന്താണ് കുറേ സാധനങ്ങളില്ലേ? ഓരോ വീട്ടിലും പ്രഷർ കുക്കർ വേറെയുണ്ട് അല്ലേ? ഓരോ വീട്ടിലും അടുപ്പ് വേറെയുണ്ട്. 4 ഏട്ടാനിയന്മാരാണ്. എല്ലാവരുടെ വീട്ടിലും വേറെ വേറെ തണുപ്പ് പെട്ടിയുണ്ട്. ഒരു തണുപ്പിക്കേണ്ട പെട്ടിയില്ലേ വീട്ടിൽ? എല്ലാ വീട്ടിലുണ്ട്. എല്ലാ വീട്ടിലും ഗ്യാസിൻ്റെ സിലിണ്ടറുണ്ട്. ഇങ്ങനെ എല്ലാ വീട്ടിലും ഈ സാധനമൊക്കെ വാങ്ങി കൂട്ടി വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എല്ലാവരുടെ ഒരു വീട്ടിലാണെങ്കിൽ ഒക്കെ ഓരോന്ന് പോരെ, മതി. അപ്പം നമുക്ക് ജീവിക്കാനറിയോ? സ്നേഹമില്ലാഞ്ഞിട്ടല്ലേ? ഏട്ടനോ അനിയനോ എല്ലാവരും നല്ലോണം സ്നേഹിച്ച് ഒന്നിച്ചോണ്ട് ജീവിച്ചാൽ പോരെ? ഒരുമയുണ്ടെങ്കിൽ കിടക്കാം. ഒലക്കേമ്പൊന്നും ആരും കിടക്കാറില്ല ഉണ്ടോ? ഞാനിന്നേ വരെ കണ്ടില്ല. ഒലക്കേമ്പ് കിടക്കാൻ പറ്റുമോ? അതിൻ്റെ അർത്ഥം എന്താ? ഒരുമയുണ്ടെങ്കിൽ ഉലയ്ക്കമേലും കിടക്കാം. ഒലക്കേ നമ്മൾ കിടക്കാൻ പറ്റില്ല. പറ്റുമോ? ഒലക്ക് ഉരുണ്ടു. പക്ഷെ നിങ്ങൾക്ക് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതി പറയില്ല എന്നർത്ഥം. ഒരു പായ വലിച്ച് ഏട്ടനും അനിയനും എല്ലാവരും കെട്ടിപ്പിടിച്ച് കിടന്നാൽ പോരെ? ഉറക്കം വരില്ലേ? എന്തൊരു സുഖമാണ് കിടന്നുറങ്ങാല്ലേ. ഇന്ന് ലോകത്തിൽ പല ആൾക്കാരും 2 ലക്ഷം രൂപയുടെ കിടക്കയും വാങ്ങി ഉറക്കമില്ലാണ്ട് ജീവിക്കുക. കിടക്കയൊക്കെ എത്രയാ വില? 2 ലക്ഷം രൂപ. ഉറക്കോ അതില്ല. എന്നാ ഇവിടെ പായെ കിടന്നിട്ട് പഴയ ആൾക്കാരൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങിയില്ലേ? അപ്പം നിങ്ങൾ ഈ 2 ലക്ഷം രൂപയുടെ കിടക്ക വാങ്ങിയതുകൊണ്ടൊന്നും എന്താവില്ല? ഉറക്കം വരില്ല. ഒന്ന് ലോകത്തിൽ പലർക്കും ഉറക്കമില്ലല്ലോ. ആൾക്കാർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പറഞ്ഞാൽ മനസ്സിലായ? അതുകൊണ്ട് ഇങ്ങനെ ഉറങ്ങാണ്ട് ജീവിക്കരുത്. സുഖമായിട്ട് സന്തോഷമായിട്ട് ജീവിച്ചാൽ. അതാണ് ഭരതൻ പറയണത്. മഹാത്മാക്കളുടെ കൂടെ ഇരിക്കാത്തത് കൊണ്ടാണ് മനുഷ്യർക്ക് അറിവുണ്ടാവാത്തത്. അപ്പം അറിവുണ്ടാവാൻ ആരുടെ കൂടെ ഇരിക്കണം? മഹാത്മാക്കളുടെ കൂടെ ഇരിക്കുമ്പോൾ അവർ ജീവിതത്തിൻ്റെ സമഗ്രമായ ഒരു കാഴ്ചപ്പാട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കും. അവർ വേദമറിയുന്നവരാണ്. വേദങ്ങളിലാണ് മനുഷ്യനെ പറ്റിയുള്ള കൃത്യമായ അറിവുകൾ. അല്ലാതെ ലോകത്തിലെവിടെയും മനുഷ്യരെ പറ്റി കൃത്യമായ അറിവുകൾ ഇന്നും നമുക്ക് ലഭ്യമല്ല, എവിടെയും ലഭ്യമല്ല. അപ്പോൾ വേദങ്ങളിലാണ് മനുഷ്യർ അറിയേണ്ട എല്ലാ അറിവുകളും ഉള്ളതുകൊണ്ടാണ് വേദം പഠിക്കണം, പ്രചരിപ്പിക്കണം എന്ന് പറയും. അതുകൊണ്ട് ഈ ഭരതൻ പറഞ്ഞു, അങ്ങക്ക് ആത്മാവിനെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആത്മാവാണ്. ഈ ആത്മാവ് ഒന്നും ചെയ്യില്ല, ഉണ്ടോ? ഒന്നും ചെയ്യില്ല. അതിങ്ങനെ എന്താ പറയുക, ആത്മാവിനെ കാണാൻ പറ്റില്ല. പക്ഷെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് ആത്മാവ് ശരീരത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അല്ലേ? അത് മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ എത്ര കാര്യങ്ങൾ നടക്കുന്നുണ്ട് പറയൂ? അറിയില്ല.
ഒരു സാധാരണ മനുഷ്യൻ്റെ ശരീരത്തിൽ, ഏത് മനുഷ്യനാണെങ്കിലും അവൻ്റെ ശരീരത്തിൽ കോടിക്കണക്കിന് കാര്യങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്, അല്ലേ? അതൊന്നും നമ്മളറിയണില്ലല്ലോ. കോടിക്കണക്കിന് കാര്യങ്ങളാണ് നമ്മുടെയൊക്കെ ശരീരത്തിൽ 24 മണിക്കൂർ, 10, 100, 1000, 10 ലക്ഷമൊന്നുമല്ല, എത്ര കാര്യങ്ങളാണ് നടക്കണതിൽ. ഇതൊന്നും നമുക്കിട്ട് അറിയൂല. ഇത് മുഴുവൻ ആരാ ചെയ്യണത്? കാര്യങ്ങളോ കൃത്യമായിട്ട് ചെയ്യണ്ടേ? അത് മുഴുവനും ആത്മാവ് അവിടെ ഉള്ളത് കൊണ്ടാണ് നടക്കുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയാലോ അതിനെയാണ് മരണം എന്ന് പറയും. 25 വയസ്സായ നല്ല ജിമ്മിലൊക്കെ പോയ, കോളേജിൽ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കൊക്കെ വാങ്ങിയിരുന്നു, 25 വയസ്സായിരുന്നു പയ്യന്, പാലക്കാട്ടുകാരനായിരുന്നു, ഒരു ദിവസം മരിച്ചുപോയി. പാലക്കാട്ടുകാരനായിക്കോട്ടെ, ഞാൻ കോഴിക്കോട്ടല്ലല്ലോ, നിങ്ങൾ പാലക്കാട്ടല്ല, ഞാൻ ആയിക്കോട്ടെ, എനിക്കിപ്പോൾ കോഴിക്കോട്ടായാലും വിരോധമില്ല. ഒരാൾ മരിച്ചു, 25 വയസ്സാണ്. അപ്പോൾ നാട്ടുകാരൊക്കെ വന്നു, എല്ലാവരും പറഞ്ഞു, അയ്യോ യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കായിരുന്നു, 25 വയസ്സാണ്, ജോലി കിട്ടിയിട്ടില്ല, ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ജിമ്മിലൊക്കെ പോകുമായിരുന്നു, നല്ല ബുദ്ധിയാണ്, നാട്ടുകാരുടെ ഇഷ്ടപ്പെട്ട ആളാണ്, ഇങ്ങനെ കിടക്കുകയാണ്, അല്ലേ? അപ്പം അയാളുടെ ശരീരത്തിൽ എല്ലാ സംഗതികളും ഇല്ലേ? പക്ഷെ എന്താ കാലിളകാത്തത്? അയാളെ കാലിളകണില്ല. അയാളുടെ ഹൃദയം ഇന്നലെ വരെ പ്രവർത്തിച്ചു, മരിക്കണതിന് മുമ്പ് വരെ ഹൃദയം പ്രവർത്തിച്ചില്ലേ? ഇപ്പോൾ അത് നിന്നുപോയി, അയാളുടെ ബുദ്ധി നിന്നുപോയി, എല്ലാം നിന്നുപോയി. എന്താ പറ്റിയത്? വാട്ട് ഹാപ്പൻഡ്? എന്താ സംഭവിച്ചത്? ആ ശരീരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ആരാണ്? ആത്മാവാണ്, വേറെ ആരുമല്ല. ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട, ഒരു സംശയവും വേണ്ട. പക്ഷേ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഒന്നും തന്നെ ഇതിനെപ്പറ്റി പറയണില്ല. ഒരു പാഠപുസ്തകത്തിലും, നമ്മുടെ കേരളത്തിലാവട്ടെ, മറ്റു സ്ഥലങ്ങളിലാവട്ടെ, യൂണിവേഴ്സിറ്റികളിലാവട്ടെ, ഒരു പാഠപുസ്തകത്തിൽ ആരെപ്പറ്റി പറയണില്ല. ഇത്രയും ശക്തിയുള്ള ആത്മാവിനെ പറ്റി ഒന്നും പറയുന്നില്ല, അല്ലേ? ഈ ആത്മാവ് ശരീരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതിനാണ് മരണം എന്ന് പറയും. ആത്മാവ് ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ അതിനാണ് ജനനം എന്ന് പറയും. അപ്പോൾ ജനിച്ചു മരിക്കുന്നത് വരെ ഒരു മനുഷ്യൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവൻ്റെ കഴിവ് കൊണ്ടല്ല, അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ്. ആത്മാവിന് വിശക്കുമോ? ഇല്ല. ആത്മാവിന് വിശപ്പൊന്നുമില്ല. പിന്നെ നിങ്ങളെന്തിനാ ഭക്ഷണം കഴിക്കണത്? ആത്മാവിന് വിശപ്പില്ല, സംശയിക്കുകയേ വേണ്ട, എനിക്കൊരു സംശയവുമില്ല. ആത്മാവിന് വിശപ്പില്ല, പിന്നെ എന്തിനാ ഭക്ഷണം കഴിക്കണത്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ പ്രാണൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ പ്രാണനാണ് എന്തുള്ളത്? വിശക്കണം. പ്രാണന് വിശപ്പുണ്ട്, ദാഹമുണ്ട്. അപ്പോൾ പ്രാണനെ സന്തോഷിപ്പിക്കാനാണ് മനുഷ്യൻ എന്ത് കഴിക്കണത്? ആഹാരം കഴിക്കുന്നത്. അത് കുറച്ചേ കഴിക്കണ്ടോ, ഇപ്പം കഴിക്കണം, അത്രയൊന്നും വേണ്ട. ഇപ്പോൾ മനുഷ്യരൊക്കെ തിന്നുന്നത് ആവശ്യത്തിലധികമാണ്. ആ പരിപാടി നിർത്തിവെക്കുക. എല്ലാ മനുഷ്യരും ഇപ്പോൾ തിന്നുന്നത് എത്രയാണ്? ആവശ്യത്തിലധികം. അതിനാണ് അധികം തിന്നാന്ന് പറയും. അമിതാഹാരമാണ് ഇന്ന് ലോകത്തിൽ. ഇത്രയൊന്നും ആഹാരത്തിൻ്റെ ആവശ്യമില്ല. കാരണം പ്രാണനെ നിലനിൽക്കാൻ വളരെ കുറച്ച് ആഹാരമേ വേണ്ടൂ. കുറച്ച് ആഹാരമേ വേണ്ടൂ ആർക്ക് നിലനിൽക്കാൻ. പ്രാണൻ നിലനിന്നാൽ പോലെ, പ്രാണൻ കുറച്ച് ആഹാരം, ഭരതൻ പറയുകയാണ്, അതിന് കുറച്ച് ആഹാരമേ വേണ്ടു. അപ്പോൾ ആത്മാവിന് എന്തില്ല? വിശപ്പില്ല, ദാഹമില്ല. ആർക്കാണുള്ളത്? പ്രാണനാണ്. ആത്മാവ് വലുതാവോ? ചെറുതാവോ? ശരീരം ചെറുതാവും വലുതാവുമൊക്കെ ചെയ്യില്ലേ? പണ്ട് നമ്മുടെ ശരീരമൊക്കെ ചെറുതായിരുന്നില്ലേ? ആ ചെറിയ ശരീരം വലുതായിട്ടല്ലേ പിന്നെ വലിയ മനുഷ്യനായത്. ശരീരമാണ് ചെറുതാവുന്നതും വലുതാവുന്നതും. ആത്മാവ് ചെറുതാവില്ല, വലുതാവില്ല. കണ്ണാണ് കാണുന്നത്, അല്ലാണ്ട് ആത്മാവ് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. കണ്ണ് കാണുന്നു, അല്ലേ? കാലുകൊണ്ടല്ലേ നടക്കുക? കാലുകൊണ്ടാണ് നടക്കണത്. മൂക്കെന്താ ചെയ്യുക? മൂക്കുകൊണ്ട് വാസനിക്കും. മൂക്കിനോട് മറ്റയാളുടെ പണിയെടുക്കാൻ പറഞ്ഞാലോ, മൂക്കിനോട് പറയാണ്, മൂക്കേ നീ ഇനി മുതൽ വാസനിക്കണ്ട, നീ കണ്ടോ എന്ന് പറഞ്ഞാൽ മൂക്കിന് കാണാൻ പറ്റുമോ? മൂക്കിന് കാണാൻ പറ്റില്ല. നാവിനോട് പറയാണ്, നീ ഇനി ഈ ഭക്ഷണത്തിൻ്റെ രുചിയൊന്നും അറിയണ്ട, നീ കേട്ടാൽ മതി. എന്നിട്ട് മൊബൈലിൻ്റെ ഇടയിലൊരു ഇത് കുത്തിയിട്ട് അത് നേരെ നാവുമ്പിൽ വെച്ചാലോ കേൾക്കാൻ, നല്ല പാട്ടൊക്കെ കേൾക്കാൻ തോന്നി. അപ്പോൾ നാവ് കുറേ ദിവസമില്ലേ ചെവി ഇങ്ങനെ പാടുന്ന, നാവേ നീ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആ മൊബൈലിൽ കുത്തിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ആ വള്ളി നേരെ എവിടെ വയ്ക്കുക? നാവുമ്പിൽ വെച്ച്. നീ കേൾക്കുക, നാവ് കേൾക്കുമോ? അവന് കേൾക്കാൻ പറ്റില്ല. അപ്പോൾ ഓരോരോ ഇന്ദ്രിയങ്ങളും അതിൻ്റെ ധർമ്മമല്ലാതെ വേറൊരു ഇന്ദ്രിയത്തിൻ്റെ ധർമ്മം ചെയ്യാൻ പറ്റില്ല. വൃക്കയ്ക്ക് വൃക്കയുടെ പണിയെടുക്കാനേ അറിയുള്ളൂ, ശ്വാസകോശത്തിൻ്റെ പണി അറിയില്ല. ശ്വാസകോശത്തിൻ്റെ പണി നന്നായിട്ട് ചെയ്യാറേ വേറെ അല്ല പണിയാണ്. മനസ്സിലാവുന്നുണ്ടോ? വളരെ ലളിതമാണിത്.
അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ച പണി ചെയ്താൽ മതി. ഇതാണ് സ്വധർമ്മമേ ചെയ്യാവൂ എന്ന് ഭഗവാൻ പറഞ്ഞില്ലേ. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊന്നും സ്വധർമ്മം ചെയ്യണില്ല. എല്ലാവരും അപ്പുറത്തേക്ക് നോക്കിയിട്ട് അവൻ്റെ ധർമ്മം ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആൾക്കാർ എല്ലാവരും അല്ല, മിക്കവാറും ആൾക്കാർ സ്വധർമ്മം ചെയ്യുന്നില്ല. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ സ്വന്തം ഡ്യൂട്ടി എന്താണോ അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് സ്വന്തം ഡ്യൂട്ടി ചെയ്യാതെ അന്യൻ്റെ ഡ്യൂട്ടി ആൾക്കാർ ചെയ്യണം. അത് ചെയ്യരുത്. ഭരതൻ പറഞ്ഞു അവനവൻ്റെ ഡ്യൂട്ടി ചെയ്താൽ മതി അല്ലേ. അങ്ങ് രാജാവാണ് എന്ന് അഭിമാനിച്ചിട്ടാണ് അങ്ങനെ പല്ലക്കിൽ കൊണ്ടുപോയത്. അപ്പോൾ ചോദിച്ചു അങ്ങാരാ? ഈ രഘുഗണൻ ഭരതനോട് ചോദിച്ചു അങ്ങാരാ, മനസ്സിലായില്ല. അപ്പം ഭരതൻ പറഞ്ഞു ഞാൻ ഭാരതം മുഴുവൻ ഭരിച്ച ചക്രവർത്തിയായിരുന്നു. ഈശ്വര, ഇദ്ദേഹം ചെറിയൊരു സ്ഥലത്തിലെ നാട്ടുരാജാവാണ്. ആര്? ഈ രഘുഗണൻ ചെറിയൊരു നാടുണ്ട്, ആ ചെറിയ നാട്ടിലെ ചെറിയ രാജാവാണ്. ഭരതനോ എത്രയോ വലിയ ഭാരതമെന്ന വലിയ ഒരു രാജ്യത്തിൻ്റെ രാജാവായിരുന്നു. ആര്? ഭരതൻ. ആരാ കേമൻ? ചെറിയൊരു നാട്ടുരാജാവാണോ തന്നെ ഭാരതത്തിൻ്റെ വലിയ ചക്രവർത്തിയല്ലേ വരുത്. അതോടെ അദ്ദേഹം വീണ് നമസ്കരിച്ചു. അയ്യോ, മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് ഭരതൻ എന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാടിന് എന്ത് പേര് കിട്ടിയത്? ഭാരതം എന്ന് പേര് കിട്ടിയത്. അപ്പോൾ കേട്ടേക്ക് വലിയ ബഹുമാനമായില്ലേ. ഇങ്ങനെ നമുക്കും അതെ, പലപ്പോഴും ആളെ തിരിച്ചറിയാൻ പറ്റാറില്ല. നമ്മൾ ഈ പാലക്കാടോടൊക്കെ നടക്കുമ്പോഴേ ഇവിടെയൊക്കെ ഒരുപാട് മഹാത്മാക്കളുണ്ട്, പക്ഷെ അവരൊന്നും നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ വിചാരിക്കും വേറെ ആരൊക്കെയോ കേമന്മാർ എന്ന് വിചാരിച്ചിട്ട് അവരെ പിന്നാലെ നടക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ചില ആൾക്കാരൊക്കെ കേമന്മാരാണെന്ന് വിചാരിച്ച് അവരുടെ പിന്നാലെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? വാസ്തവത്തിൽ അവർക്കൊരു കേമത്വമില്ല. അതുകൊണ്ട് അങ്ങനെ കേമന്മാരാണെന്ന് നടിക്കുന്ന ആൾക്കാരുടെ പിന്നാലെ നടന്നതുകൊണ്ട് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. ശരിയായ മഹാത്മാവ് പേരിന് വേണ്ടിയോ പ്രശസ്തിക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ പ്രയത്നിക്കുകയില്ല. കാരണം മഹാത്മാവിന് എന്താ ആവശ്യമില്ല? ഒരു രൂപ പോലും ആവശ്യമില്ല. നേരെ മറിച്ച് കേമനാണ് അടിക്കുന്നവൻ എന്ത് വേണ്ടി വരും? അവനെത്ര കോടി കിട്ടിയാലും മതിയാവില്ല അല്ലേ. അതിൻ്റെ അവരുടെ പിന്നാലെ ആൾക്കാർ നടക്കണത് ആണ് പണമുള്ള ആൾക്കാരുടെ പിന്നാലെയാണ് ആൾക്കാരിങ്ങനെ പിന്നാലെ ജയ 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 എന്ന് പറഞ്ഞ് പാടി നടക്കണത്. അല്ലാണ്ട് ഈ മഹാത്മാക്കളുടെ കയ്യിൽ, ഭരതൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഭരതൻ്റെ കയ്യിലൊന്നുമില്ല. ഭരതൻ സ്വന്തമായിട്ട് വീടുണ്ടോ? ഇല്ല, ഒന്നുമില്ല, ഒരു സാധനം. പക്ഷെ അതൊരു മഹാത്മാവായി. മഹാത്മാക്കൾക്ക് കാര്യമായിട്ട് സ്വന്തമായിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ കാര്യം തന്നെ പ്രപഞ്ചത്തെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവർക്ക് ശരിയായ അറിവുണ്ടാവും. അതുകൊണ്ട് ശരിയായ അറിവുള്ള മഹാത്മാക്കളെ സേവിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏതായാലും രഘുഗണൻ എല്ലാ സംശയങ്ങളും ആര് തീർത്തു കൊടുത്തു? ഭരതൻ തീർത്തു കൊടുത്തു. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഈ പ്രഭാഷണം തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ശ്ലോകം ചൊല്ലിത്തന്നു. എന്തായിരുന്നു അത്? ആയേണ വേദ തദിതം ന മഹാജനോയം ദേവ്യാ വിമോഹിതമതം പദമായയാനം. രഘുഗണൻ ഭഗവാന്റെ മായ കൊണ്ട് മോഹിതനായി. ഭരതൻ ഭഗവാന്റെ മായ കൊണ്ട് മോഹിതനാവാത്ത ആളായി. അപ്പം നമ്മൾ ഒരിക്കലും എന്തിൽ പെട്ടുപോകരുത്? മായയിൽ പെട്ടുപോകരുത്. മായയിൽ പെട്ടുപോകാണ്ടിരിക്കാൻ എന്താ ചെയ്യുക? നാമം ജപിച്ചാൽ മതി. നാമം ജപിക്കുക. അതിനോടാണ് നാമം ജപിക്കാൻ പറയണത്. ഈ പഴയ ആൾക്കാർ നിങ്ങളോട് നാമം ജപിക്കാൻ പറഞ്ഞത് വെറുതെയല്ല. മായ നമ്മളെ ബാധിക്കാണ്ടിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് നാരായണ 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 രാധ ഗോവിന്ദ. ജപിച്ചൂടെ? നാരായണനാമം ജപിക്കാൻ എന്താ ബുദ്ധിമുട്ട്? അപ്പോൾ നാരായണനാമം ജപിക്കാൻ പഴയ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ നമ്മളോട് പറഞ്ഞത് അവർക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല, അവർക്ക് നല്ല വിവരം ഉള്ളതുകൊണ്ടാണ് അവർ പറഞ്ഞത് അല്ലേ. വളരെ എളുപ്പമാണ് നാമം ജപിക്കാൻ, ആർക്കും ജപിക്കാം. എത്ര ചെലവുണ്ട് നാമം ജപിക്കാൻ? പറയൂ, ഉത്തരം പറയൂ. നാമം ജപിക്കാൻ എത്ര രൂപ ചിലവാക്കണം? 1 രൂപയും ചിലവാക്കണ്ട. നിങ്ങളുടെ 2 വൃക്കയും കേടായാൽ എത്ര ലക്ഷം ചിലവാക്കണം? അറിയോ? പറഞ്ഞോളൂ. നിങ്ങളൊരു ദിവസം ഡോക്ടറെ അടുത്ത് പോയി വയ്യാഞ്ഞിട്ട്, ഡോക്ടർ കുറേ ചെക്കപ്പൊക്കെ കഴിഞ്ഞു, ഒന്നൊക്കെ 2 വൃക്കയും കേടായിപ്പോയി. ഡോക്ടർ എത്ര പൈസയാ പറയാ? ഒരു വൃക്ക വേണ്ടേ? ലക്ഷങ്ങൾ കൊടുക്കണ്ടേ? വേണം. നാമം ജപിക്കാൻ എന്താ ചിലവ്? ഒരു ചിലവില്ല. അതുകൊണ്ടാണ് നാമം ജപിക്കാൻ പറഞ്ഞത്. അപ്പോൾ വേദങ്ങളിൽ പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം, നല്ല ആരോഗ്യത്തോടെ ജീവിക്കാം.
നേരെ കുറിച്ച് വേദത്തിൽ പറയുന്നത് പോലെ അല്ലാതെ ജീവിച്ചിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാവുന്നത്. ഒരു കാരണവുമില്ല. അതല്ലേ നാരദ മഹർഷിക്ക് ഇന്നേ വരെയൊരു സുഖം വന്നില്ലല്ലോ. ഞാൻ വായിച്ചില്ല, ഒരു നാരദ മഹർഷി ക്യാൻസറായിരുന്നു ശ്വാസകോശത്തിൽ. അങ്ങനെ ഒരു കഥ ഇല്ല. ഉണ്ടെങ്കിൽ വ്യാസൻ എഴുതി വയ്ക്കില്ലേ? ഈ വ്യാസൻ എല്ലാ കാര്യം എഴുതി ഒന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. വേദവ്യാസം ഒരു കാര്യം മറച്ചു വെച്ചിട്ടില്ല, ഉള്ളതൊക്കെ ഉള്ളതുപോലെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇവർക്കൊക്കെ രോഗം ഉണ്ടായിരുന്നെങ്കിൽ എഴുതി വയ്ക്കില്ലേ? കൃഷ്ണന് രോഗം ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണന് 125 വയസ്സ് വരെ ജീവിച്ച ശ്രീകൃഷ്ണന് ഒരു രോഗവും ഇല്ലായിരുന്നു. എന്താ കാരണം? ഉണ്ടായിരുന്നെങ്കിൽ വ്യാസൻ എഴുതി വയ്ക്കില്ലേ? ദ്വാരകയിൽ ശ്രീകൃഷ്ണനെ വീണു, എല്ലൊക്കെ പൊട്ടി, എൻ്റെ വൈദ്യര് വന്ന് ചികിത്സയൊക്കെ ചെയ്തെന്ന് വേദവ്യാസൻ ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കും. കൃഷ്ണൻ മണ്ണ് തന്നു, അപ്പോൾ വ്യാസൻ എഴുതി വയ്ച്ചു. സ്ത്രീകൾ കുളിക്കണ സമയത്ത് ചേല കെട്ടും, നമ്മളാണ് എഴുതി വയ്ക്കുമോ? അതൊന്നും എഴുതണ്ട അറിയോ? നമ്മൾ പറയില്ല എഴുതണ്ടാന്ന്. അത് എഴുതി വെച്ചു, ശരിക്കും നടന്നതാണ്. സ്ത്രീകൾ കുളിക്കണ സമയത്ത് നിങ്ങൾ ഈശ്വരനാണെന്ന് പറയുന്നത് കൃഷ്ണൻ ചേല കെട്ടു, അത് കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരുപാട് സ്ത്രീകളുടെ കൂടെ രാസലീല നൃത്തം ചെയ്തു, എല്ലാം എഴുതി വെച്ചിട്ടല്ലേ? നമ്മളാണ് എഴുതി വയ്ക്കുമോ? ആ പെണ്ണുങ്ങളെ കാര്യം കഴിച്ചു, അത് ഒഴിവായിക്കളി, എഡിറ്റ് ചെയ്താൽ അത് എഴുതിക്കണ്ട നമ്മൾ പറയില്ലേ? ഭാവിയിൽ ആൾക്കാർ ഇതൊക്കെ വായിക്കുമ്പോൾ ഈ മുത്തശ്ശൻ തല്ലിപ്പുള്ളി അതൊന്നും എഴുതാൻ പെണ്ണുങ്ങളെ കാര്യം അത് ഒഴിവാക്കി, അത് എഡിറ്റ് ചെയ്തിട്ട് പ്രസ് കൊടുത്തിട്ട് അതൊക്കെ ഒഴിവാക്കാൻ പറയില്ലേ നമ്മൾ? അതൊന്നും വ്യാസൻ എഡിറ്റ് ചെയ്തിട്ടില്ല. ശ്രീകൃഷ്ണൻ ചെയ്ത എല്ലാ കാര്യം വേദവ്യാസൻ അതുപോലെ എഴുതി വെച്ചു. നമ്മളാണ് എഴുതി വെക്കുമോ മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിന്നിട്ടാണ് ബാലിനെ കൊന്നതെന്ന് എഴുതി വയ്ക്കുമോ? അങ്ങനെ തന്നെയാണ് കൊന്നത്. ശ്രീരാമനെ മരത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞു നിന്നിട്ടാണ് ആരെ കൊന്നത്? ആ കുരങ്ങനായ. അങ്ങനെ തന്നെ, അത് കറക്റ്റ് അങ്ങനെ തന്നെ എഴുതി വെച്ചു. അപ്പോൾ വേദവ്യാസനും വാൽമീകിയൊന്നും ഒരു കാര്യം എന്ത് ചെയ്തിട്ടില്ല, മറച്ചു വെക്കാതെ ഉണ്ടായത് എന്താണോ അതുപോലെ എഴുതിയ സാഹിത്യകാരന്മാരല്ലേ. ഇപ്പോഴുള്ളവരൊന്നും അങ്ങനെയല്ല. ഇപ്പോഴുള്ളവരൊക്കെ വളച്ച് തിരിച്ച് ഒടിച്ചെഴുതുകയാണ്. ബാക്കി ഇനി വരുന്ന ആൾക്കാർ ഇതൊക്കെ വായിക്കില്ലേ? എടാ ഞാൻ ബീഡി വലിച്ചൊന്നും എഴുതല്ലേ ഒരാൾ പറയുക. എന്താണ് ഓട്ടോബയോഗ്രഫി? ഒരാൾ ബയോഗ്രഫി എഴുതുക. അപ്പോൾ ഓട്ടോബയോഗ്രഫി വേണോ ബയോഗ്രഫി വേണോ ചർച്ച ചെയ്യും. അവസാനം പറഞ്ഞാൽ ബയോഗ്രഫി. ഓട്ടോബയോഗ്രഫി പറഞ്ഞാൽ എന്താ? അവനവൻ തന്നെ അവനവനെ പറ്റിയ പുസ്തകം എഴുതുന്നതിനാണ് ഓട്ടോബയോഗ്രഫി പറഞ്ഞത്. അപ്പം അയാൾ പറഞ്ഞ് എനിക്ക് എഴുതാൻ അറിയില്ല, നീ എൻ്റെ കഥ എഴുതിയാൽ മതി. നീ പറഞ്ഞാൽ എന്താ? നീ എൻ്റെ കഥ എഴുതിയാൽ മതി. അപ്പോൾ മറ്റേ ബയോഗ്രഫി എഴുതുമ്പോൾ ഇയാളിങ്ങനെ എഴുതുക എന്ത്? ഇപ്പം പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ കുറേ സിഗരറ്റ് വയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കഥ എഴുതുകയാണ്. അന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ട് രാജേഷ് കോളേജിൻ്റെ വരാന്തയിൽ നടക്കെ കുറേ എഴുതി. വൈകുന്നേരം ആകുമ്പോൾ വായിക്കാൻ വന്നു. വായിച്ചപ്പോൾ ഇപ്പോൾ സിഗരറ്റും വലിച്ച് കള്ളും കുടിച്ചു നടന്നൊക്കെ അതിൽ എഴുതി വെച്ചു. എടേ ഞാൻ അത് ചുവട്ട് നല്ലതായിട്ട് വെച്ചിരുന്നു. എടാ ഞാനിന്ന് കോളേജിൽ അല്ല ഈ സിഗരറ്റ് അടിച്ചു ഈ കുടിച്ചിരുന്നല്ലോ, ഞാൻ എഴുതിക്കരുത്. എന്നെപ്പറ്റി എഴുതുമ്പോഴേ നല്ലതേ എഴുതി. പേജൊക്കെ പിച്ചു കളി. എന്നിട്ട് ഇപ്പോഴത്തെ പ്രസ്തുത താച്ച് ഞാൻ ഇങ്ങനെ ശരിയാക്കുന്നു. അപ്പോൾ ബയോഗ്രഫി എഴുതുമ്പോൾ എന്താ ചെയ്യണത്? അവനവൻ ചെയ്ത മോശമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അവനവനെ നല്ല പോളീഷാക്കിയിട്ട് ആ പുസ്തകം വായിക്കുന്ന ആൾക്ക് എന്താ തോന്നുക? ഈശ്വരാ, അത്ര നല്ലൊരു മനുഷ്യനായിരുന്നോ ഇയാൾ എന്ന് തോന്നില്ലേ? ഇങ്ങനെ എത്ര ആൾക്കാരെയാ പറ്റിച്ചത് എന്നറിയോ? എഴുതി പറ്റിക്കുക എന്നാ പറയാം. എത്ര ആൾക്കാരങ്ങനെ പറ്റിച്ചത്? അവർ ശരിക്കും ചെയ്തതൊന്നും എഴുതി വെക്കാതെ വെള്ള പൂശുക എന്ന് പറയും മലയാളത്തിൽ അല്ലേ? അവരെ കൊണ്ട് വെള്ള പൂശപ്പോൾ വായിക്കുന്ന ഒരു ഈശ്വരൻ എത്ര നല്ലയാളായിരുന്നല്ലേ? ദേവയുടെ നല്ലയാണ്. അയാൾ കാണിച്ച തോന്നിവാസമൊന്നും അതിൽ എഴുതി കഴിഞ്ഞിട്ടല്ലേ? അതറിയുന്ന ആൾക്ക് അവർക്ക് ചത്ത് മണ്ണടിഞ്ഞു പോയില്ലേ? പിന്നെ അതിൽ പ്രൂഫൊക്കെ എവിടെ അന്വേഷിച്ചു പോവുക? അപ്പോൾ വാൽമീകിയും വേദവ്യാസനും അങ്ങനെയായിരുന്നില്ല. അവരുള്ള കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാതെ അതുപോലെ അവിടെ എഴുതി വെച്ചു അല്ലേ? അതുകൊണ്ടല്ലേ നമ്മളോട് മഹാഭാരതമൊക്കെ വായിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് യമധർമ്മരാജാവ് പറഞ്ഞു, ഈ ലോകത്തിൽ നാമജപത്തിൻ്റെ മഹിമ എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം. കാരണം നരകത്തിൽ പോവാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? നാമം ജപിച്ചാൽ മതി. ഈ യമധർമ്മൻ്റെ കുറേ ആൾക്കാർ ഭൂമിയിൽ പോയിട്ട് അജാമിളനെ കൊണ്ടുവരാൻ വേണ്ടി പോയിരുന്നു. അത് കുറച്ച് മുമ്പേണ് പോയത്. അവർ ഭൂമിയിൽ ചെന്നു. അവിടെ അജാമിളൻ എന്ന് പറഞ്ഞ ഒരാൾ ഇങ്ങനെ മരിക്കാൻ കിടക്കും. അയാൾക്ക് പ്രായം 88 വയസ്സാണ്. ശ്രദ്ധിച്ചു കേട്ടോളേ. അങ്ങനെ യമധർമ്മൻ്റെ ഭടന്മാർ ഭൂമിയിൽ വന്നു, അജാമിളൻ്റെ വീട്ടിൽ വന്നു. അവന് എന്തെടുക്കണം? അജാമിളൻ്റെ ജീവൻ എടുക്കണ്ടേ? അപ്പോൾ അവരുടെ കയ്യിൽ കയറുണ്ടാവും. കയറ് കാണാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് നടുക്കൊരു കയറ് കെട്ടിയത്. അവിടെ നോക്കുക, ഇന്നലെ വരെ ഇവിടെ കയറില്ലായിരുന്നല്ലോ. ഇന്ന് ആരൊക്കെ വെച്ച് എന്താവും നടുക്കൊരു കയറ് ഇങ്ങനെ കിട്ടിയത്? എന്താ നോക്കുക, ഈ കയറ് കാണാത്തവരുണ്ടാവും. അതിനാണ് ഈ നടക്കുക കണ്ടിട്ട് ഒരു കയറ് കയറ് കണ്ടത്. ഇതുപോലെ യമൻ്റെ ഭടന്മാരുടെ കയ്യിൽ കയറുണ്ട്. ഒരു കയറായിട്ടാണ് ഒരാൾ മരിക്കുക എന്ന് വിചാരിക്കും.
മരിക്കാൻ കിടക്കുന്ന അജാമിളൻ്റെ മുന്നിൽ കയറുമായിട്ട് ആര് വന്നു? യമൻ്റെ ഭടന്മാർ വന്നു, യമഭടന്മാർ വന്നു. അപ്പോൾ അജാമിളിന് എത്ര പ്രായം? 88 വയസ്സ്. എങ്ങനെയാണ് കയറ് പിടിക്കുക? എങ്ങനെയത് പ്രയോഗിക്കാറിയോ? എങ്ങനെയാന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്? നിങ്ങളാരെയും കണ്ടിട്ടുണ്ടോ? മെഡിക്കൽ കോളേജിൽ ഒരാൾ പഠിക്കാൻ കിടക്കുമ്പോൾ അവിടെ 3-4 ആൾക്കാർ കയറായിട്ട് വന്നു, കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ആൾക്കാരെ വിചാരം ഇതൊന്നും ഇല്ലാതാണ്. നിങ്ങൾ വൈദ്യുതി കണ്ടിട്ടുണ്ടോ? വൈദ്യുതി കണ്ടവർ, കണ്ണുകൊണ്ട് വൈദ്യുതി കണ്ടവരൊന്ന് കൈവന്നിക്കും. ഞാൻ പൊന്തിക്കില്ല, ഞാൻ കണ്ടിട്ടില്ല. കണ്ണുകൊണ്ട്, നിങ്ങളുടെ കണ്ണുകൊണ്ട് വൈദ്യുതി കണ്ടിട്ടുണ്ടോ? വൈദ്യുതി പറഞ്ഞാൽ അറിയില്ല? വൈദ്യുതി എന്താ അറിയില്ലേ? ഞാൻ മലയാളം പറഞ്ഞിട്ടാ, നിങ്ങളെന്തായാലും പറയാ. വൈദ്യുതിക്ക് നിങ്ങളെന്താ പറയാ? കരണ്ട് എന്നോ? അതാരാ പറഞ്ഞു തന്നത്? കരണ്ടോ? കരണ്ട് എന്നൊന്നും പറയരുതേ, തെറ്റാണ്. ഇലക്ട്രിസിറ്റി എന്ന് പറയാം, കരണ്ടല്ല, ഇലക്ട്രിസിറ്റിയാണ് അല്ലേ? ഇലക്ട്രിസിറ്റി കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഉറപ്പല്ലേ കണ്ടില്ല? ഇലക്ട്രിസിറ്റി ശക്തിയുണ്ടോ? പരിശോധിക്കണോ? വേണ്ട അല്ലേ? ഈ കറണ്ട് ഇങ്ങനെ കുട്ടികളൊക്കെ എനിക്ക് പേടിയാവുന്നുണ്ട്. ഈ കറണ്ട് ഇങ്ങനെ പോകുന്നൊരു കമ്പിൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കിയാൽ കാണുമോ? കാണില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഒരു ശക്തിയുണ്ട്. അബദ്ധത്തിൽ ആരെങ്കിലും തൊടാതിരിക്കാനാണ് അതിൻ്റെ ഉള്ളിൽ നല്ല ഒരു എന്താ പറയുക, നല്ല പ്ലാസ്റ്റിക് കൊണ്ടൊരു കവറിങ് കാണില്ലേ? വയറ് കണ്ടില്ല? അതെന്തിനാ? അബദ്ധത്തിൽ നമ്മൾ പോകണ്ടെന്ന് കരുതിയിട്ടാണ്, ഇൻസുലേറ്റ് ചെയ്യാന്ന് പറയും. അപ്പോൾ ഈ വയറുകളൊക്കെ അങ്ങനെ ഇൻസുലേറ്റ് ചെയ്യുന്നത് നമ്മൾ അബദ്ധത്തിൽ തൊട്ടുപോകാണ്ടിരിക്കാനാണ്. ചിലപ്പോൾ നിങ്ങൾ കാണാറില്ലേ, ഈ KSEBയുടെ ആൾക്കാരൊക്കെ ചിലപ്പോൾ ഈ വഴിയിലുള്ള പോസ്റ്റിൻ്റെ മുകളിലൊക്കെ കയറും. പോസ്റ്റിൻ്റെ മുകളിൽ കയറിയിട്ട് അവർ പണിയെടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ വഴിക്കൽ ഈ ഫ്യൂസ് ഊരിയിട്ടത് കണ്ടെന്താ? ഫ്യൂസ് ഊരിയിട്ടത് അവർ ജോലി ചെയ്യാണ്. അവരാ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്യൂസ് ഊരിയിട്ട്. അപ്പോൾ നടന്നുകൊണ്ട് എന്താ ഇവിടെ ഫ്യൂസ്? വെറുതെ അല്ല ഇവിടെ നിന്ന് കണ്ടില്ല. ഇയാൾക്ക് അത്യാവശ്യം മരത്തുമ്പോൾ കയറാനൊക്കെ. മൂപ്പര താഴെ ഊരി വെച്ച ഫ്യൂസ് എടുത്തിട്ട് ഒറ്റ കുത്തല്. അപ്പോഴേ കറണ്ട് വന്നു. പാവം ആ KSEBയിൽ ആ വയറിൻ്റെ മുകളിൽ പണിയെടുക്കുന്ന ആൾ അവിടെ കിടന്ന് പെടഞ്ഞ് അയാൾ മരിച്ചുപോയി. ഇങ്ങനെ എത്ര ആൾക്കാരാ മരിക്കണതല്ലേ? ഇയാൾ ആ ഫ്യൂസും കൊണ്ട് കുത്തിയപ്പോഴേക്കും എന്തായി? ആ റോഡിൻ്റെ മുകളിൽ പാവം അയാൾ പണി ചെയ്യായിരുന്നു. വീട്ടിൽ ഭാര്യയും മക്കളും ഒക്കെ ഇല്ലേ? പാവനും മനുഷ്യൻ. അയാളത് താഴത്തൊരു ഭാഗത്ത് ഊരി വെച്ചതാണ്. നടന്നു പോകുന്നൊരു ചങ്ങാതി. വെറുതെ അല്ല, നാട്ടിൽ കറണ്ടില്ലാത്തപ്പോൾ എതിർത്തോട്ട കുത്തു. ഫ്യൂസം കൊണ്ട് അതിൻ്റെ ഉള്ളിലിട്ടപ്പോൾ വൈദ്യുതി പ്രവഹിച്ചില്ലേ? പിറ്റേ ദിവസം പേപ്പറിൽ വരും എന്ത്? വൈദ്യുതി ജോലിമനക്കാരൻ ഷോക്കടിച്ചു മരിച്ചു. പാവം അല്ലേ? ആരാ കാരണക്കാരൻ? ഈ വിവരമില്ലാത്ത ചങ്ങായി. അവൻ ആലോചിക്കേണ്ട, അയാളിത് താഴത്ത് ഊരി വെച്ച് അപ്പുറത്തേക്ക് നടന്നു പോയതാ. ഒരു വെയിലത്ത് നടന്നു പോയിട്ട് അത് പണിയെടുക്കുക അല്ലേ? അയാളുടെ കൂടെ ആരും ഇല്ലായിരുന്നു, അന്ന് പലരും ലീവായിരുന്നു. അപ്പോൾ ഇങ്ങനെ അപ്പോൾ നല്ല ശക്തിയുണ്ട്. എന്തിനാ ഞാനിതൊക്കെ പറഞ്ഞത്? വൈദ്യുതി കാണില്ല, പക്ഷെ നല്ല ശക്തിയുണ്ട്. ഈ കാണാത്തതിനൊക്കെ ശക്തി കൂടുതലാണ്. മനസ്സിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? മനസ്സ് കണ്ടവർ കൈബന്ധിക്കുമോ? ഞാൻ മനസ്സ് കണ്ടിട്ടുണ്ട്. എന്തൊരു ശക്തിയെ മനസ്സിനല്ലേ? ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള സാധനമാണ് ഇത്. മനുഷ്യൻ്റെ ശരീരത്തിനേക്കാൾ ശക്തിയാണ് ഇതിന്. ശരീരത്തിന് അത്ര ശക്തിയൊന്നും, ശരീരത്തിനേക്കാൾ ശക്തിയാണ് മനസ്സ്. പക്ഷെ മനസ്സിനെ കാണാൻ പറ്റില്ല. പ്രാണന് നല്ല ശക്തിയല്ലേ? കാണാൻ പറ്റുമോ? പ്രാണന് പറ്റില്ല. അപ്പോൾ കാണുന്നില്ല എന്നതുകൊണ്ട് ശക്തി കുറവാണെന്ന് വിചാരിക്കേണ്ട. അതേപോലെ ഈശ്വരനെ അങ്ങനെ കാണാൻ പറ്റില്ല. ഈശ്വരനെ കാണാൻ പറ്റുമോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓടക്കൊള്ളും വിളിച്ചെടുക്കുന്ന കൃഷ്ണനെ കണ്ടവരാരെ കൈബന്ധിക്കും? ഞാൻ കണ്ടില്ല. കണ്ടിട്ടുണ്ട്. ഓടക്കൊള്ളും വിളിച്ച് മഞ്ഞ പട്ട കൊടുത്ത് ഇങ്ങനെ നടക്കുക. ആര്? കൃഷ്ണൻ. തലയിൽ പീലിയൊക്കെ വെച്ചിട്ട് ആരാണ്ട് ആരും കണ്ടിട്ടില്ല. പക്ഷെ നല്ല ശക്തിയാണ്. ആർക്ക്? ആ ഭഗവാൻ നല്ല ശക്തിയാണ്. അതുകൊണ്ടല്ലേ ഭഗവാനെ സർവശക്തി ഉണ്ടോ? അപ്പോൾ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ശക്തി ഇല്ല എന്ന് വിചാരിക്കേണ്ട. കാണാത്തതിനൊക്കെ ശക്തി വളരെ വളരെ കൂടുതലാണ്. ആറ്റം ബോംബ് എന്ന് കേട്ടില്ലേ നിങ്ങൾ? ആറ്റം ബോംബ് എങ്ങനെ ഉണ്ടാക്കുക അറിയില്ല? ആ ഫിസിക്സിൻ്റെ ടീച്ചർ പറഞ്ഞു തരുമല്ലോ. എന്നോട് ഫിസിക്സിൻ്റെ ടീച്ചറാണ് എനിക്ക് പറഞ്ഞു തന്നത് എങ്ങനെയാണ് ആറ്റം ബോംബ് ഉണ്ടാക്കുക. ഫിസിക്സിലാണ് അത് പഠിക്കുക, എങ്ങനെയാണ് ആറ്റം ബോംബ് ഉണ്ടാക്കുക. ഫിസിക്സിലൊരു ചെറിയൊരു വിഷയമാണ്. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ആറ്റം കാണാൻ പറ്റുമോ? വളരെ ചെറുതാണല്ലേ. അപ്പോൾ ഫിസിക്സിൻ്റെ ഫിസിക്സ് പഠിപ്പിക്കുന്ന എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ഈ ആറ്റം ബോംബ് ഉണ്ടാകും.
നല്ല ശക്തിയാണ്, വളരെ ശക്തിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, കാണില്ല എന്ന് വിചാരിച്ചിട്ട് ഈശ്വരനില്ല എന്ന് പറയണ്ട. നമ്മുടെ നാട്ടിൽ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പറയണത് എന്താ, ഈശ്വരനില്ല കേട്ടോ, എന്താ ഞാൻ കണ്ടില്ല എന്ന്. അയാളോടാണ് പറയേണ്ടത് ആ വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പി പിടിച്ചോളാൻ പറയണം. അയാൾ വേറെ ഒന്നും പറയണ്ട, അയാൾ വേറെ ഒന്നും പറയണം. ആ ചത്തോട്ടെ, അത് അതിൻ്റെ അകത്തൊന്നുമില്ല, അവൻ കാണുന്നത് എന്തെങ്കിലും കാണുന്നുണ്ട്, അതിൽ വയറ് പിടിച്ചോളി, അത് പിടിച്ചോളി. അപ്പം ഈശ്വരല്ല എന്ന് പറയുന്നവരോട് എന്താ പറയേണ്ടത്, റോഡിൻ്റെ മുകളിലുള്ള വൈദ്യുതി പ്രവഹിക്കുന്ന കമ്പി പിടിക്കാൻ പറഞ്ഞു. എന്തേ പറ്റി അങ്ങോട്ട് പറയരുത്, ചത്താ മിണ്ടരുത്. പിടിക്കുകയോ എന്നാൽ പിടിക്കട്ടെ, കാണണ്ടേ, നേരെ എല്ലാവരും വിളിക്കുക. ഈശ്വരില്ല എന്ന് പറയുന്ന എല്ലാവരും വരിവരിയായിട്ട് വന്നപ്പോൾ ഞാൻ വേണേൽ ഇപ്പോൾ വരാം, പാലക്കാട്ടങ്ങാടി പോവുക, എല്ലാവരും ആ നല്ല വൈദ്യുതി പ്രവഹിക്കണ സമയത്ത് ആ കമ്പി പിടിക്കുക, കാണണ്ടെന്നാൽ പിടിക്കൂ. എന്താ പിടിക്കാത്ത ഇത് ഈശ്വരല്ല എന്നും പറഞ്ഞ് എത്ര ആൾക്കാരാ നമ്മുടെ നാട്ടിൽ ഈശ്വരല്ല എന്നും പറഞ്ഞ് പ്രസംഗിക്കുന്നുണ്ട് ഇല്ലേ? യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ പ്രസംഗം കിട്ടും. അവർ ഈശ്വരനില്ല എന്നാണ് പറയും. ഈശ്വരനില്ല, വേദങ്ങളില്ല, ഭഗവത്ഗീതയില്ല, ഈ ചെങ്ങായി മാത്രമേ ഉള്ളൂ, യാതൊരു മണ്ണും ചാണും അറിയാത്ത ഞാൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഇവൻ എന്തെങ്കിലും അറിയോ? അവൻ രാമായണം വായിച്ചിട്ടില്ല, ഭാഗവതം വായിച്ചിട്ടില്ല, ഒരു സാധനം അറിയാതെ വെറുതെ വായേ തോന്നിയത് വിളിച്ചു പറയണ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ശ്രദ്ധിക്കുക, വായേ തോന്നിയത് വിളിച്ചു പറയണം. മഹാഭാരതം വായിക്കുക പോലും ചെയ്യാതെ മഹാഭാരതത്തെ പറ്റി അഭിപ്രായം പറയുന്നവരല്ലേ ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭഗവത്ഗീത പഠിക്കാതെ ഗീതയെപ്പറ്റി അഭിപ്രായം പറയും. അമ്പലം എന്താണെന്ന് പോലും അറിയാതെ, അമ്പലത്തിൽ പോവാതെ അമ്പലത്തിനെ പറ്റി അഭിപ്രായം പറയാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ലോകത്തിൽ ഒരുപാട് ആൾക്കാർക്ക് എന്തറിയില്ല. അതാണ് ഈ പറഞ്ഞ പ്രായേണ വേദ തതിതം ന മഹാജനോയം. ഭാഗവതം പറയണം, ലോകത്തിൽ ഒരുപാട് ആൾക്കാർക്ക് ആരെപ്പറ്റി അറിയില്ല, ഈശ്വരനെ പറ്റി അറിയില്ല, ഈശ്വരൻ്റെ മായ എന്ന് പറയുന്ന ശക്തിയെപ്പറ്റിയും അറിയാത്തത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവർ ഈശ്വരനില്ല, വേദം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. വാസ്തവത്തിൽ ആരുണ്ട്? ഈശ്വരനുണ്ട്. എങ്ങോട്ടേയും പോയോ? ചില ആൾക്കാർക്ക് വിചാരം ഗൂഗിൾ വന്നപ്പോൾ ഈശ്വരൻ അങ്ങോട്ടും പോയി. ഈ ഗൂഗിൾ വന്നതുകൊണ്ടൊന്നും ഈശ്വരൻ എങ്ങോട്ടും പോവില്ല. ചിലർ വിചാരിച്ചു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നൊരു സാധനം വന്നില്ലേ, ഇപ്പം അടുത്ത് വന്നിട്ടില്ലേ, കണ്ടിട്ടില്ലേ നിങ്ങളത്? ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നുകൊണ്ടൊന്നും ഈശ്വരൻ എങ്ങോട്ടും പോയിട്ടില്ല. ഉണ്ടോ? ആകാശത്തൂടെ കുറേ വിമാനം അങ്ങനെ പറക്കുന്നുണ്ട്. ഈശ്വരൻ പോയോ? എങ്ങോട്ടും പോയില്ല. ഈശ്വരൻ ഇന്നും ഇവിടെയുണ്ട്. 2025 ഏപ്രിൽ, ഇന്നത്തെ ഏപ്രിൽ 27 എങ്ങോ ഈശ്വരൻ ഇന്നും ഇവിടെ ഉണ്ടല്ലോ, എങ്ങോട്ടും പോയിട്ടില്ല. ഭഗവാൻ എവിടേക്കും പോയിട്ടില്ല. എല്ലാ കാലത്തും ഭഗവാനുണ്ട്. ഈ ഭഗവാനെ നശിപ്പിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും സാധ്യമല്ല. നിങ്ങൾ ഭഗവാൻ ഉണ്ടെന്ന് പറഞ്ഞാലും വിരോധമില്ല, ഇല്ല എന്ന് പറഞ്ഞാലും വിരോധമില്ല. ഭഗവാൻ അവിടെ ഉണ്ട് അല്ലേ? ഇതാണ് സത്യം. ഇത് വളരെ കുറച്ചാൾക്കാർക്കേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞത് പ്രായേണ വേദ തതിതം മഹാജനോയം. എന്താ അർത്ഥം? മിക്കവാറും ആൾക്കാർക്ക് ഈശ്വരൻ്റെ മഹിമയെ പറ്റി അറിയുകയില്ല. ഈശ്വരൻ്റെ മഹിമ അറിയുന്നവർ ഈശ്വരൻ്റെ അടുത്തേക്കേ വരുള്ളൂ. കാരണം മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെ വേഗം നടക്കണ്ടേ? അങ്ങനെ എളുപ്പവഴി എന്താ? അറിയില്ല. മനുഷ്യന്മാർക്ക് കാര്യങ്ങളൊക്കെ വേഗം നടക്കണ്ടേ? ഫാസ്റ്റ് ആവണ്ടേ? എന്താ മാർഗം? അതിന് ഭഗവാനെ സേവിച്ചാൽ മതി. ഭഗവാനെ സേവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ നടക്കും. ഒന്നിനൊരു പ്രയാസമില്ല. ഒരു കാര്യത്തിനും മനുഷ്യനൊരു പ്രയാസം ഉണ്ടാവില്ല. ആരെ ഭജിച്ചാൽ മതി? ഈശ്വര ഭജനം ചെയ്താൽ മതി. അതാണ് അജാമിളൻ്റെ കഥ. അജാമിളൻ 88 വയസ്സായപ്പോൾ ആ 88 വയസ്സായ അജാമിളൻ്റെ ജീവൻ കൊണ്ടുപോകാൻ വേണ്ടി കയറുമായിട്ട് ആര് വന്നു? യമൻ്റെ ഭടന്മാർ വന്നു. 3 ആൾക്കാരാത്രേ വന്നത്. അവരെവിടെയാണ് കയറിടുക? അവർ ഈ മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ ഉള്ളിലൊരു ശരീരം, ആ ശരീരത്തിന് സൂക്ഷ്മ ശരീരം ചോദിച്ചു. ആരും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കണ്ടേ? അതിൻ്റെ പേരാണ് സൂക്ഷ്മ ശരീരം. എഴുതാനറിയോ? ഇവിടെ ഇപ്പോൾ ബോർഡ് ഉണ്ടെന്ന് എഴുതിത്തരാം. അതിൻ്റെ പേരാണത്. എല്ലാ മനുഷ്യർക്കും സൂക്ഷ്മ ശരീരമുണ്ട്. സൂക്ഷ്മ ശരീരമില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. മനസ്സിലായോ? എല്ലാവർക്കും എന്തുണ്ട്? സൂക്ഷ്മ ശരീരം കാണാൻ പറ്റില്ല. ഇത് സ്ഥൂലമായ ശരീരമാണ് നമ്മൾ കാണുക അല്ലേ?
സ്ഥൂലമായ ശരീരത്തിലാണ് നമ്മൾ ടെസ്റ്റൊക്കെ ചെയ്യും. അതിൽ ഹൃദയമുണ്ട്, വൃക്കയുണ്ട്, എല്ലാ സംഗതികളുണ്ട്. അത് സ്ഥൂലമാണ്. സ്ഥൂലം എന്ന് പറഞ്ഞാൽ എന്താ? തടിച്ചതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു ശരീരമുണ്ട്, അത് സൂക്ഷ്മമാണ്. ഏതിനാണ് പവർ കൂടുതൽ? സൂക്ഷ്മ ശരീരത്തിനാണ്. അത് ഇൻവിസിബിളാണ്, കാണില്ല. അപ്പോൾ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ആര് കയറിടുക? ആര്? യമൻ്റെ ഭടന്മാർ കയറിടുന്നത് ഈ സൂക്ഷ്മ ശരീരത്തിലാണ്. അപ്പോൾ അവർ കയറിട്ടിട്ട് ഇങ്ങനെ അജാമളിൻ്റെ ഉള്ളിൽ ആ ജീവൻ അങ്ങനെ പിടിച്ചു വലിക്കുക. ഈ ചില ജീവനെ വേഗം കിട്ടും വലിച്ചാലും. ചിലത് വേഗം കിട്ടും. എളുപ്പമൊന്നുമല്ല, ജീവനെ വലിക്കുക അത്ര എളുപ്പമല്ല. ഇവർ നല്ല എക്സ്പെർട്ടാണ്. അപ്പോൾ ചില ജീവനെ വേഗം വലിച്ചാൽ കിട്ടും, ചിലത് വലിച്ചാൽ കിട്ടുക. അതാണ് ചില ആൾക്കാർ 12 കൊല്ലം കിടക്കണുണ്ടല്ലേ, നിങ്ങൾ കണ്ടില്ല? മേലൊക്കെ പുഴുവൊക്കെ അരിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒന്ന് ചത്ത് കിട്ടിയാൽ മതി തോന്നി. എന്താ വലിച്ചിട്ട് കിട്ടണില്ല, അങ്ങോട്ട് കിട്ടണ്ടേ? കാരണം ജീവൻ മാത്രമേ എടുക്കാവൂ. അപ്പോൾ ഇവർ വന്ന് വലിക്കുകയാണ്. ആരെ? അജാമളൻ്റെ ഉള്ളിലുള്ള ആ ജീവനെ ഇവരിങ്ങനെ കയറിട്ട് വലിക്കുമ്പോൾ അജാമളൻ അവരെ കണ്ടു. ആരെ കണ്ടു? യമഭടന്മാരെ കണ്ടു. അജാമളനും വല്ലാതെ പേടിയായി. പേടിച്ചിട്ട് പോയി. അവരെ കണ്ടാൽ പേടിയാവും. സാധാരണ മനുഷ്യന്മാരുടെ രൂപമല്ല ആർക്ക്? യമഭടന്മാർ. പേടിയായ അജാമളൻ എന്ത് ചെയ്തു? ആ അജാമളന് കുറേ കുട്ടികളുണ്ടായിരുന്നു. അയാൾ കുറേ കാലം ജീവിച്ചത് വൃത്തികെട്ട ജീവിതം നയിക്കുന്ന ഒരു സ്ത്രീയുടെ കൂടെയാണ്. ആ സ്ത്രീ എല്ലാ പുരുഷന്മാരുടെ അടുത്തും പോകുന്നുണ്ട്. ബാക്കി ഞാൻ പറയണ്ടല്ലോ അല്ലേ? അപ്പോൾ അജാമളൻ്റെ അടുത്തും വന്നു. അങ്ങനെ ആ സ്ത്രീയിൽ അജാമളന് 10 കുട്ടികളുണ്ട്. അതിൽ 10ാമത്തെ കുട്ടിയുടെ പേര് നാരായണൻ എന്നാണ്. ആ കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. 88 വയസ്സായിട്ട് അയാൾക്ക്. 88 വയസ്സുള്ള ഇയാൾക്ക് എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികളുണ്ട്. 10ാമത്തെ കുട്ടിക്ക് ഇപ്പം എത്രയാ വയസ്സ്? 5 വയസ്സായിട്ട്. ആ 5 വയസ്സായ കുട്ടിയുടെ പേര് നാരായണൻ എന്നാണ്. ഈ നാരായണൻ മുറ്റത്തിരുന്ന് ഇങ്ങനെ കളിക്കുകയാണ്. അജാമളൻ ഈ കുട്ടിയെ വലിയ ഇഷ്ടം, ചെറിയ കുട്ടികളുടെ ഇഷ്ടം കൂടുതലോ അല്ലേ? അപ്പോൾ ഈ അജാമളൻ നാരായണനെ വിളിച്ചു. പേടിച്ചിട്ട് നാരായണാന്ന് വിളിച്ചു. നാരായണാന്ന് വിളിച്ചപ്പോൾ ഈ കുട്ടി കേട്ടില്ല. ആ കുട്ടി കളിച്ചിരിക്കുകയല്ലേ. പക്ഷേ പേടിച്ചിട്ടാണ് വിളിച്ചത്. ഇവർ കയറിട്ട് വലിക്കുമ്പോൾ ഇപ്പം ഞാനിവിടെ നിന്ന് ഞാൻ അതിനവിടെ കയറ് കെട്ടിയത്. ഞാൻ വേണേ കാണിച്ചു തരാം, വേണോ? അതിനാണ് നമ്മൾ കയറ് കെട്ടിയത്, വെറുതെ കെട്ടിയത്. ഞാൻ വേണേ ഇത് കെട്ടി നിങ്ങളെ വലിച്ച് കാണിച്ചു തരാം. നിങ്ങളെ ഈ കയറോ, ഇതിപ്പോൾ ഒരു കയറേ ഉള്ളൂ. ഇമ്മാതിരി 3 കയറിട്ട് നിങ്ങളിലൊരാളെ 3 ഭാഗത്തേക്ക് പിടിച്ചങ്ങോട്ട് വലിച്ചാൽ, ഒരു ഭാഗത്തേക്കല്ല, നിങ്ങളെ 3 വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് കയറിട്ട് പിടിച്ചു വലിച്ചാൽ എന്തൊരു വേദനയായിരിക്കും അല്ലേ? ഇരിക്കും. അപ്പം അജാമളൻ വേദനിച്ച് വയ്യാതെ ആരെ വിളിച്ചു? നാരായണാന്ന് വിളിച്ചപ്പോൾ ആ വിളി ആര് കേട്ടു? വൈകുണ്ഠത്തിലിരിക്കുന്ന ഭഗവാന്റെ പേര് നാരായണൻ എന്നാണ്. ഉടനെ ഭഗവാൻ അന്നെന്തോ തിരക്കായിരുന്നു അവിടെ. അപ്പോൾ ഭഗവാന് നേരിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഇനി ആരോ വിളിക്കുന്നുണ്ട്, നമുക്ക് നേരിട്ട് പോകാൻ പറ്റില്ലേ? നമ്മളെന്താ ചെയ്യുക? വീട്ടിൽ നാളെ പറഞ്ഞയക്കില്ലേ? കല്യാണത്തിന് നമുക്ക് പോകാൻ വയ്യ. അപ്പോൾ ഒരു മോനെ നീ പോയിക്കുക പോരല്ലേ? ആരെയും പറഞ്ഞയക്കണം. ഇതുപോലെ സപ്താഹത്തിന് നിങ്ങൾക്ക് പോകാൻ വയ്യ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വയ്യ, കിടക്കുകയാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും സപ്താഹത്തിന് പറഞ്ഞയക്കണം. എല്ലാ വീട്ടിൽ നിന്നും ആരെങ്കിലുമൊക്കെ എന്ത് കേൾക്കാൻ വരണം? ഈ പ്രദേശത്ത് എവിടെയൊക്കെ വീടുകളുണ്ടോ ഈ അമ്പലത്തിൻ്റെ ചുറ്റും നിങ്ങൾ വലിയൊരു വട്ടം വരച്ചില്ലേ? ഒരു വലിയൊരു വട്ടം വരച്ചാൽ ഏതൊക്കെ വീടുകളുണ്ടോ എല്ലാ വീടുകളിൽ നിന്നും ആരെങ്കിലുമൊക്കെ സപ്താഹം കേൾക്കാൻ വരണം. നിർബന്ധമായിട്ടും വരണം. നിങ്ങൾ ഈശ്വരനെ വിശ്വസിച്ചാലും വരണം, ഈശ്വരൻ ഇല്ലെങ്കിലും വരണം. കാരണം സപ്താഹം എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമാണ്. മനസ്സിലായോ? എന്ത് മനസ്സിലായി? ഒരമ്പലത്തിൽ സപ്താഹം നടക്കുന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൻ്റെ 4 ഭാഗത്തുമുള്ള മുഴുവൻ ആൾക്കാരും വരിക വേണ്ടത്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീടിൻ്റെ പ്രതിനിധികളായിട്ട് 2 ആളെ, ഒരാളെങ്കിലും പറഞ്ഞു കേൾക്കണം. ഒരു വീട്ടിൽ നിന്നും എന്ത് ചെയ്യാൻ പാടില്ല? ഒരു വീട്ടിൽ നിന്നും ആരും വരാതിരിക്കാൻ പാടില്ല. കാരണം സപ്താഹം എന്ന് പറഞ്ഞാൽ അത്രയും പവിത്രമായ, ലോകത്തിലെല്ലാ മനുഷ്യർക്കും വളരെ നല്ല ഒരു യജ്ഞത്തിൻ്റെ പേരാണ് സപ്താഹം. അതിൽ പങ്കെടുക്കാതിരിക്കുന്നത് ശരിയല്ല എന്നർത്ഥം. അപ്പോൾ ആരെങ്കിലും പറഞ്ഞേക്കും അല്ലേ? വയ്യെങ്കിലും വന്നിരിക്കുക, നടക്കാൻ വയ്യെങ്കിലും ചക്രത്തിൽ വന്നാൽ മതി. ചക്രം കൊണ്ട് തിരിയണ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എന്താ വീൽ ചെയറോ ഉള്ള വെച്ചതല്ലേ? വീൽ ചെയറിൽ വന്നാൽ മതി. എത്ര ആൾക്കാർ വീൽ ചെയറിൽ വരാറുണ്ട്. ചില 95 വയസ്സുള്ള അച്ഛന്മാരെയൊക്കെ മക്കളൊക്കെ പാടെ താങ്ങി പിടിച്ച് കസേരയിൽ വോട്ട് ചെയ്യാനോ കൊണ്ടുപോകില്ലേ? അതേപോലെ സപ്താഹത്തിന് കൊണ്ടുവരണം. വോട്ട് ചെയ്യാൻ കൊണ്ടുപോകണ്ടില്ല നിങ്ങൾ. അതുപോലെ സപ്താഹത്തിൽ വയ്യാത്ത അമ്മയും അച്ഛനൊക്കെ എന്ത് ചെയ്യും? മക്കളെ ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്.
അവർ താങ്ങിപ്പിടിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഭാഗവതം കേൾക്കാൻ വേണ്ടി ആ വയ്യാത്ത അച്ഛനെ അവിടെ കൊണ്ടുവയ്ക്കും. അതുപോലെ വൈകുന്നേരം കൊണ്ടുപോവുകയും ചെയ്യും കേട്ടോ. വോട്ട് ചെയ്യണ മാതിരിയല്ല. വോട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇങ്ങോട്ട് ഇപ്പോൾ വോട്ട് നിങ്ങൾ വരയ്ക്കാൻ പോയിക്കോളൂ, അങ്ങനെയല്ല. അപ്പോൾ ഈ മക്കളെന്ത് ചെയ്യും? മക്കൾ ഭാഗവതമൊക്കെ കഴിഞ്ഞാലും എന്ത് ചെയ്യും? ഞാൻ എത്രയോ കണ്ടതാണ്. നല്ലതാണ്. അപ്പോൾ എല്ലാവരും കേൾക്കേണ്ടതാണ്. എന്ത്? ഭാഗവതം കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ഈ കോളേജിൽ പഠിച്ചതൊന്നുമല്ല ശരിക്കുള്ള വിവരം എന്നല്ലേ. ഞാനും കോളേജിൽ പഠിച്ചിട്ട്, ഞാൻ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട്, യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറാണ്. എന്തെന്നെ പറ്റി വിചാരിച്ചത്? ഞാൻ എൻ്റെ പൊക്കം പറഞ്ഞതല്ല. പക്ഷേ ഞാൻ ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫസ്റ്റ് റാങ്കൊക്കെ നേടിയിട്ടും അവിടെ നിന്നൊന്നും പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്ക് അവിടുന്ന് പഠിക്കാൻ പറ്റി. ഭാഗവതത്തിൽ പഠിക്കാൻ പറ്റി. മനസ്സിലായോ? അതുകൊണ്ട് ഭാഗവതമാണ് ഇന്ന് ലോകത്തിൽ എല്ലാ മനുഷ്യർക്കും പഠിക്കാവുന്ന ഏറ്റവും നല്ല ഗ്രന്ഥമാണ് ഭാഗവതം. ഇതെല്ലാവർക്കും പഠിക്കാം. ഇതിനകത്ത് മോശമായ ഒരു കാര്യം എഴുതി വെച്ചിട്ടില്ല. ഇതിൽ ആരെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇതിനകത്ത് ഒരാളെയും കൊല്ലാൻ പറഞ്ഞിട്ടില്ല, ഒരാളെ ഉപദ്രവിക്കാൻ പറഞ്ഞിട്ടില്ല. നല്ല മനുഷ്യരായി ജീവിക്കാൻ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലാവും? അതിൻ്റെ ഗൗരവം മനസ്സിലാവുന്നുണ്ടോ? എങ്ങനെയാണ് നന്നായി ജീവിക്കുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഭാഗവതത്തിൽ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഭാഗവതം കേൾക്കാം. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും കേൾക്കാവുന്നതാണ് ഭാഗവതം. മനസ്സിലാവുന്നുണ്ടോ? ഹിന്ദുക്കൾക്ക് മാത്രമുള്ളതല്ല എന്നർത്ഥം. ഇപ്പോൾ മനസ്സിലായോ? നീ പറയണ്ടല്ലോ. നിങ്ങളൊരു മനുഷ്യനായാൽ, നിങ്ങളൊരു മനുഷ്യനാണോ, നിങ്ങൾക്ക് എന്ത് കേൾക്കാം? ഭാഗവതം കേൾക്കാം. വേറെ യാതൊരു കണ്ടീഷനും ഇല്ല. നിങ്ങൾ ശാസ്ത്രം പഠിക്കേണ്ട, പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനൊന്നും വേണ്ട. +2 വെറുതെ കയറിയിരിക്കാൻ പറ്റുമോ? 10ാം ക്ലാസ് പാസ്സാവണ്ടേ? PG ക്ലാസ്സിൽ വെറുതെ പോയിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ഡിഗ്രി പാസ്സാവണം. അപ്പോൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലേ ഉയർന്ന ക്ലാസ്സിൽ എടുത്തുള്ളൂ. ഭാഗവതം കേൾക്കാൻ നിങ്ങൾക്ക് യാതൊരു യോഗ്യതയും വേണ്ട. എന്താണ് യോഗ്യത? നിങ്ങളൊരു മനുഷ്യനായാൽ മതി. മനുഷ്യനാവണമെന്നില്ല. അന്ന് രാവിലെ സാരമേയം ഭാഗവതം കേട്ടില്ലേ ഇവിടെ? അല്ലേ? ഇത് അമ്മീശ്വരത്തെ അമ്പലത്തിലെ സപ്താഹം ഞാൻ മറക്കില്ല. കാരണം സാരമേയമാണ് ഇവിടെ എന്ത് ചെയ്തത്? രാവിലെ ഇവിടെ വന്നിരുന്നു, ഭാഗവതമൊക്കെ കിട്ടും. രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് കാലൊക്കെ അങ്ങനെ മുന്നോട്ട് വെച്ചിട്ട് അവൻ നമസ്കരിച്ചു. ഞാൻ കണ്ടു സാരമേയൻ രാവിലെ വന്നിട്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ ചൊല്ലി നമസ്കരിച്ചോളൂ. അതവനെ എണീറ്റു, കാലങ്ങനെ ഒന്നായിട്ട് സ്ട്രെച്ച് ചെയ്തിട്ട് അങ്ങനെ അറിയുള്ളൂ. നമസ്കരിച്ചു പോയി. മതി. എല്ലാ ജീവജാലങ്ങൾക്കും എന്ത്? ആനയുടെ കഥ കേട്ടില്ലേ ഭാഗവതത്തിൽ? മുതല വന്ന് പിടിച്ചു എന്ന്. മുതല വന്ന് പിടിച്ചപ്പോൾ ആന ഭഗവാനല്ലേ സ്മരിച്ചത്? ഭഗവാൻ രക്ഷിച്ചില്ലേ? അപ്പം എല്ലാ ജീവജാലങ്ങൾക്കും എന്ത് കേൾക്കാം? ഭാഗവതം കേൾക്കാം. എല്ലാവർക്കും കേൾക്കാം. അപ്പം എല്ലാ ജീവനുള്ള എല്ലാ ആൾക്കാർക്കും ഭാഗവതം കേൾക്കാം. അല്ലാണ്ട് ഇന്ന ആൾക്കാരെ പുറത്ത് എഴുതി വെച്ചില്ലല്ലോ. ഞാൻ പറയുന്ന കാര്യമാണല്ലോ അവിടെ കമ്മിറ്റിക്കാർ ചെയ്യും. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഇന്ന ആൾക്കാർക്ക് ഇവിടേക്ക് പ്രവേശനമില്ല എന്നവിടെ എഴുതി വെച്ചിട്ടില്ല. ഉണ്ടോ? പോയി നോക്കും. ഉണ്ടെങ്കിൽ തൊഴിവാക്കണേ. ഞാനറിയാണ്ട് ആരെയും വെച്ചുണ്ടോ വയ്ക്കാം. സപ്താഹം നടക്കുന്ന സ്ഥലത്ത് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന ഏത് മനുഷ്യനും വരാം. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിലും വരാം, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും വരാം, നിങ്ങൾ ആരാണെങ്കിലും വരാം. എല്ലാവർക്കും ഇവിടെ വന്നിരിക്കാം. കാരണം ഇവിടെ പറയുന്നതൊക്കെ എന്താണ്? എല്ലാ കാര്യങ്ങളാണ്. നമ്മുടെ ജീവിതമല്ലേ നന്നാവുക. നമ്മുടെ ജീവിതം നന്നാക്കാനുള്ള വഴി ആരെയും പറഞ്ഞു തരുമോ? ആരും പറഞ്ഞു തരില്ല. അപ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം? മെച്ചപ്പെടുത്താം. അതിന് വല്ല പരിധിയുണ്ടോ? സംശയമുണ്ട്. എന്നിട്ടെന്താ തിരുമേനി, ഞാനിങ്ങനെ കഷ്ടപ്പാടായിട്ടാണ് ഈ മുണ്ടൂര് ജീവിക്കണത്. തിരുമേനിക്ക് എൻ്റെ കാര്യമൊന്നും അറിയില്ല, കഷ്ടമാണ് അല്ലേക്ക് ചാനൊക്കെ തോന്നില്ലേ? അതിന് ഞാൻ കുറ്റക്കാരനല്ല. കുട്ടിക്കാലത്ത് ഭാഗവതം കേൾക്കാത്തതുകൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ഇങ്ങനെയായി പോയത്. വേറെ യാതൊരു കാരണവുമില്ല. ഞാൻ കുട്ടിക്കാലത്തെ ഭാഗവതം കേട്ടു. വളരെ കുട്ടിയാകുമ്പോൾ തന്നെ ഭാഗവതം കേട്ടതുകൊണ്ട് അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ അങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ ചില ആൾക്കാർക്ക് കുട്ടിക്കാലത്ത് കേൾക്കാനുള്ള ഭാഗ്യം കിട്ടില്ല. എന്താ ചെയ്യും? ഹതഭാഗ്യന്മാരാണ്. അപ്പം എനിക്കെന്തോ ഈശ്വരാനുഗ്രഹം കൊണ്ട് വളരെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഭാഗവതം കേൾക്കാൻ പറ്റി. അപ്പം ഇന്നും ഞാൻ വളരെ വളരെ സന്തോഷമായിട്ടിരിക്കുകയാണ്.
കാരണം എന്താ, ഭാഗവതമാണ് ഇന്നും എനിക്ക് വേണ്ട വെളിച്ചം തരുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ സന്തോഷമായിട്ട് ഇരിക്കുന്നു. എനിക്ക് പരാതികൾ പൊതുവെ കുറവാണ്. എന്നോട് ഇങ്ങനെ അവർ ചോദിക്കേണ്ട തിരുമേനി എന്തെങ്കിലുമൊക്കെ ഉണ്ടേ പറയണേ. ഭാരവാഹികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നാലെ നടക്കുക. ഭാരവാഹികൾ തിരുമേനി അതേട്ട് വായിക്കുകയാണ്. ഇവിടെ എന്താ വെച്ചാൽ പറയണേ, ഇവിടെ എന്താ വേണ്ടത് പറയണേ, തിരുമേനിക്ക് എന്താ പരാതിയുള്ളത്? ഞാൻ പലവട്ടം പറഞ്ഞു എനിക്ക് പരാതിയൊന്നുമില്ല, ഒരു പരാതി എനിക്കില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു പരാതിയും ഒരാളെ കുറിച്ചും ഇല്ല. ഇന്നേ ഒരാളെ പറ്റി ഒരു പരാതി എനിക്കില്ല. അതെനിക്ക് സാധിക്കണത് എന്തുകൊണ്ടാണ്? ഭാഗവതം കൊണ്ടാണ്. ഇവിടെ നാട്ടുകാർക്കൊക്കെ പരാതിയല്ലേ, എല്ലാവർക്കും ജോലി ഇല്ല, എനിക്കൊരു പരാതിയില്ല. ജോലി ഇല്ല എന്ന് പരാതി, മക്കളില്ല എന്ന് പരാതി, വൈദ്യുതി ഇല്ല എന്ന് പരാതി, വൈദ്യുതിൻ്റെ ബില്ല് ചാർജ് കൂട്ടിയെന്ന് പരാതി, സ്വർണത്തിന് വില കൂടിയെന്ന് പരാതി, പെട്രോളിനും ഡീസലിനൊക്കെ വില കൂട്ടി, അതിനൊക്കെ റോഡിൻ്റെ മുകളിൽ കൂടെ ബഹളം കൂട്ടി നടക്കുക, കല്ലെറിയുക, നല്ല നല്ല ഗവൺമെൻറ് സ്ഥാപനങ്ങളൊക്കെ എറിഞ്ഞു നശിപ്പിക്കുക. ഞാൻ ഇന്നേ വരെ ഒരു ഗവൺമെൻറ് സ്ഥാപനമാവട്ടെ, ഒരു KSRTC ബസ്സിൻ്റെ നേരെയാവട്ടെ, ഇന്നേ വരെ ഞാൻ എൻ്റെ കൈ കൊണ്ട് കല്ലെടുത്തെറിഞ്ഞിട്ടില്ല. എന്നിട്ട് നിങ്ങൾ എന്താ കയ്യടിക്കാത്തത്? ഞാൻ എന്നെ പൊക്കി പറയാനില്ല, ഞാൻ എന്നെ പൊക്കാൻ പറഞ്ഞതല്ല. എന്നെ കണ്ടാൽ തന്നെ അത്യാവശ്യം കുറച്ച് പ്രായമല്ലേ? എൻ്റെ പ്രായം ചോദിക്കണ്ട, കണ്ടാൽ തന്നെ ഏകദേശം ഒരു പ്രായമൊക്കെ മനസ്സിലാവും, ഏകദേശം നമുക്ക് മനസ്സിലാവും. അപ്പം ഇത്രയും കാലം ഈ കൊച്ചു കേരളത്തിൽ ഒരു രണ്ട് കൊമ്പൊന്നുമില്ല, എനിക്ക് കൊമ്പുണ്ടോ തലയിൽ? ഈ കേരളത്തിൽ ഒരു സാധാരണ മനുഷ്യനുള്ള ഒരു ഭാവം, ഒരു ശരീരമുണ്ട്, അത്രയേ ഉള്ളൂ. എനിക്ക് വേറെ എന്താ ഉള്ളത്? എന്നിട്ടും എനിക്ക് ഇത്രയും കാലം വളരെ സന്തോഷത്തോടെ ഈ കൊച്ചു കേരളത്തിൽ യാതൊരു പരാതിയും ഒരാളോടും ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞത് ഈ ഭാഗവതത്തിൻ്റെ മഹിമ കൊണ്ടാണ്. അപ്പം ക്രെഡിറ്റ് മുഴുവൻ ആർക്കാ? ഭാഗവതത്തിന്. മനസ്സിലായോ? അപ്പോൾ പരാതി ഉണ്ടാവില്ലല്ലോ. ഇനി പരാതി ഉണ്ടാവും. എന്ത് പരാതി? എനിക്കൊരു പരാതിയില്ല, ആരെ പറ്റുമോ ഒരു പരാതിയില്ല. എന്ത് പരാതി? ഒരു പരാതി. അതുകൊണ്ട് അങ്ങനെ സാധിക്കുന്നത് ഈ ഭാഗവതം ഉള്ളിൽ കയറിയിട്ടാണ്. അപ്പോൾ ഭാഗവതം ഉള്ളിൽ കയറിയാൽ നമ്മുടെ ജീവിതം എന്താവും? പരമാനന്ദമായിരിക്കും. അപ്പോൾ നമുക്ക് പരമാനന്ദമായിട്ട് ജീവിക്കണ്ടേ? അജാമിളൻ്റെ ഉള്ളിൽ ഭാഗവതം കയറി. എങ്ങനെ കയറി? അജാമിളൻ നാരായണാന്നങ്ങോട്ട് വിളിക്കുക ആ കുട്ടീനെ. ആ കഥ പറഞ്ഞില്ലേ? ആ കഥയാണ് പറയുന്നത്. നാരായണാന്ന് ആ കുട്ടിയെ വിളിച്ചപ്പോഴാണ് ഭാഗവതം ഉള്ളിൽ കയറിയത്. അതെങ്ങനെയാണ് കയറിയത് പറഞ്ഞു. നാരായണാന്ന് വിളിച്ചപ്പോൾ വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവാൻ 4 ആൾക്കാരെ അവിടെ ആരോ വിളിക്കണ്ടൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ 4 ദൂതന്മാരെ ആര് പറഞ്ഞു?